ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് സർവേയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെയിൻ സർവേയിങ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ചെയിനിന്റെ കുറച്ച് ചെയിൻ സർവേയിങ്ങിന്റെ കുറച്ച് പാർട്സ് ഒക്കെ അതിൻ്റെ അതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയിൻ സർവേയിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ ചെയിൻ സർവേയിങ്ങും പ്ലെയിൻ ടേബിൾ സർവേയിങ്ങുടെ നോക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയിൻ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താണോ സർവേ ചെയ്യുന്നത് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് വെച്ചാണ് ഈ സർവേയിങ്ങിന് ഡിഫറെന്റ് ആയിട്ട് നെയിം കൊടുത്തേക്കുന്നത്. അപ്പൊ ചെയിൻ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻസ്ട്രുമെന്റ് ഏതായിരിക്കും? ചെയിൻ ആയിരിക്കും. അപ്പൊ നമ്മള് ഇന്നലെ ചെയിനിന്റെ ആ ഒരു ചെയിനിങ്ങിന്റെ ആ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കുറെ കണ്ടതാണ്. ചെയിന്, റേഞ്ചിങ് റോഡ്, ഓഫ്സെറ്റ് റോഡ്, പെഗ്, ആരോസ്, അതൊക്കെ കണ്ടതാണ്. അപ്പോ ചെയിൻ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവേയിങ് വിച്ച് ഇസ് കണ്ടക്ടഡ് യൂസിങ് ദ ഇൻസ്ട്രുമെന്റ് ചെയിൻ യൂസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു സർവേയിങ് ആണ്. ഇനി നമ്മൾ ചെയിൻ സർവേയിങ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏരിയ സ്മോൾ ആണെങ്കിൽ, നമുക്ക് സർവേ ചെയ്യേണ്ട ഏരിയ സ്മോൾ ആണെങ്കിൽ നമ്മൾ ചെയിൻ സർവേയിങ് ആണ് അഡോപ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഫെയർലി ലെവൽ ആയിട്ടുള്ള പ്ലോട്ട് ആവണം. ഹില്ലി ടെറൈനിൽ, അൺഈവൻ ആയിട്ടുള്ള ടെറൈനിലും ഹില്ലി ടെറൈനിലൊന്നും നമുക്ക് ഈ ഒരു ചെയിൻ സർവേയിങ് അത്ര പോസിബിൾ അല്ല. നമുക്ക് ആക്യുറേറ്റഡ് റിസൾട്ട് കിട്ടില്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുന്നത് ഏരിയ സ്മോൾ ആയിട്ടുള്ളിടത്തും അതുപോലെ തന്നെ ലെവൽ ഗ്രൗണ്ടിലുമാണ്. ലെവൽ ഗ്രൗണ്ട് സർഫസ് ഉള്ളിടത്തുമാണ് നമ്മൾ ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ട്രയാങ്കുലേഷൻ ആണ്. അത് മാറിപ്പോകരുത്. നമ്മൾ ഇന്നലെ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു. അത് നമ്മുടെ സർവേയിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് സർവേയിങ്, സിംപ്ലി സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷനിലും ഉണ്ടാവും ഈ ട്രയാങ്കുലേഷനും വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്, ഇനി പറയുന്ന പാരലലിസം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ ബേസിക് ആയിട്ട് സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഇനിയിപ്പോ നമ്മളോട് ചെയിൻ സർവേയിങ് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ട്രയാങ്കുലേഷൻ ആണ് പ്രിൻസിപ്പിൾ. അപ്പൊ ആ തരുന്ന ഓപ്ഷനിലും ഉണ്ടാവും വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അപ്പൊ ഓടിച്ചാടി ആ വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടിൽ കുത്തരുത്. ട്രയാങ്കുലേഷൻ ആണ് ബേസിക് ആയിട്ടുള്ള ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ട്രയാങ്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്നലെ ജസ്റ്റ് പറഞ്ഞായിരുന്നു. നമ്മുടെ ആ പ്ലോട്ടിനെ, നമുക്ക് സർവേ ചെയ്യേണ്ട പ്ലോട്ടിനെ ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ സമ്മേഷൻ, കുറെ ട്രയാങ്കിൾസ് ഉണ്ടാവുമല്ലോ ഒരു പ്ലോട്ടില്. അപ്പൊ അതിന്റെ സമ്മേഷൻ, ആ ഏരിയയുടെ എല്ലാ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കുലേഷൻ ആണ് ഈ ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് ഓർത്തിരിക്കാം. അടുത്ത നമുക്ക് സർവേയിങ്ങിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ ടേംസ് ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ്. ഫസ്റ്റ് ടേം ആണ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കെലിട്ടൺ. അപ്പൊ ഓരോ ടേംസ് എന്താന്ന് മനസ്സിലാക്കിയിരിക്കാം. ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കെലിട്ടൺ. ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്ലോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലോട്ടാന്ന് വെക്കാം. കറക്റ്റ് ആയിട്ട് റെക്ടാംഗിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഒന്നും ആവില്ല നമ്മുടെ പ്ലോട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ആണെങ്കിൽ ഈ കുറെ സ്ട്രെയിറ്റ് ലൈൻസും അതുപോലെ തന്നെ ട്രയാങ്കിൾസ് ഒക്കെ ഫോം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലോട്ടിൽ വരുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻസും ട്രയാങ്കിൾസും അതിനൊക്കെയാണ് നമ്മൾ ഈ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ എല്ലാ സ്ട്രെയിറ്റ് ലൈൻസ്, ട്രയാങ്കിൾസ്, അതിനെല്ലാം കൂടി പറയുന്നതാണ് നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്. അതിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്. പിന്നെ അതിന്റെ അകത്തും ഉള്ള സ്ട്രെയിറ്റ് ലൈൻസും ഒക്കെ ഫ്രെയിം വർക്കിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാലോ, ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ലൈൻസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഫ്രെയിം വർക്ക്. അത്രേ ഉള്ളൂ ഫ്രെയിം വർക്ക് എന്താന്ന്.
ഇനി അടുത്തതാണ് സർവേ സ്റ്റേഷൻ. സർവേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ഡിഫറെന്റ് സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരമുണ്ട്. മെയിൻ സ്റ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ ടൈ സ്റ്റേഷനും ഉണ്ട്. സർവേ സ്റ്റേഷനിൽ രണ്ടെണ്ണം ഉണ്ട്, മെയിൻ സ്റ്റേഷനും ടൈ സ്റ്റേഷനും. ഈ ടൈ സ്റ്റേഷന്റെ വേറൊരു പേരാണ് സബ്സിഡറി സ്റ്റേഷൻ. രണ്ട് പേര് ഓർത്തിരിക്കുക കേട്ടോ, സബ്സിഡറി സ്റ്റേഷനോ ടൈ സ്റ്റേഷൻ. അപ്പൊ ഈ സർവേ സ്റ്റേഷനിൽ ഈ മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ നമ്മുടെ ഫ്രെയിം വർക്കിന്റെ ഔട്ടർ മെയിൻ ആയിട്ടുള്ള ആ ഫ്രെയിം വർക്കിൽ ഫോം ചെയ്യുന്ന ഇപ്പൊ എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ വരുന്ന ഇതാണ് മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഫ്രെയിം വർക്കിൽ ഔട്ടർ ആയിട്ടുള്ള മെയിൻ ഫ്രെയിം വർക്കിൽ ഉള്ള മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേഷൻസ് ആണ് അവിടുത്തെ മെയിൻ സ്റ്റേഷൻസ്. ഇനി സബ്സിഡറി സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ ആ ഒരു ലൈനില് നമ്മള് കുറച്ച് വേറെ വേറെ ചെറിയ ചെറിയ സ്റ്റേഷൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷൻസ് ആണ് സബ്സിഡറി സ്റ്റേഷൻ അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻ. ഇപ്പൊ ഇവിടെ സി ഡി എന്ന് പറഞ്ഞ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് ടൈ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ടൈ സ്റ്റേഷന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടൈ സ്റ്റേഷൻസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടൈ സ്റ്റേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റീരിയർ ഡീറ്റെയിൽസിനെ ലൊക്കേറ്റ് ചെയ്യാനാണ്. ഇമ്പോർട്ടന്റ് ആട്ടോ, അത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാ. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈ സ്റ്റേഷൻസ് കൊടുക്കും. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ എ ബി കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നതാണ് ടൈ സ്റ്റേഷൻ. ഇപ്പൊ ഇന്റീരിയർ ആയിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനൊക്കെ അപ്പൊ ഇന്റീരിയർ ആയിട്ട് എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ടൈ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ടൈ സ്റ്റേഷൻസ് ഫോർ ലൊക്കേറ്റിംഗ് ഇന്റീരിയർ ഡീറ്റെയിൽസ്. ഇന്റീരിയർ ആയിട്ട് ഒബ്ജക്ട്സോ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടൈ സ്റ്റേഷൻസ് എന്നാണ് അങ്ങോട്ടൊക്കെ ലൈൻ വരയ്ക്കുന്നത്. മെയിൻ സ്റ്റേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. അപ്പൊ അതിന് ടൈം സ്റ്റേഷനിൽ നിന്നാണ് ടൈ സ്റ്റേഷൻ ആണ് അതിന്റെ ആ ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ രണ്ട് സ്റ്റേഷൻ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ ടൈം ഫ്രെയിം വർക്ക് ആയിരുന്നു, അത് മെയിൻ ആയിട്ട് അതിന്റെ ആ സ്കെലിറ്റൻ ഫോം സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇനി മെയിൻ സ്റ്റേഷനും ഉണ്ട് ടൈ സ്റ്റേഷനും ഉണ്ട്. മെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഫ്രെയിം വർക്കിൽ വരുന്ന സ്റ്റേഷൻസ്. ആ മെയിൻ സ്റ്റേഷൻസിന്റെ ഇടയ്ക്ക് ഈ മെയിൻ സ്റ്റേഷൻ എയും ബി ആണ് മെയിൻ സ്റ്റേഷൻ, അതിന്റെ ജോയിൻ ചെയ്യുന്ന ആ ലൈനെയാണ് മെയിൻ സർവേ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെയിൻ സർവേ ലൈനിൽ വരുന്ന ചെറിയ ചെറിയ സ്റ്റേഷൻസ് ആണ് സബ്സിഡറി സ്റ്റേഷൻ അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻ. അത് യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ ഡീറ്റെയിൽസിനെ ലൊക്കേറ്റ് ചെയ്യാൻ. ഓർത്തിരിക്കാം കേട്ടോ. ഇനി അടുത്ത ടൈമാണ് ബേസ് ലൈൻ. ബേസ് ലൈൻ ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലോട്ടില് ഇങ്ങനെയാ പ്ലോട്ടെങ്കിൽ ആ പ്ലോട്ടില് നമ്മൾ വരയ്ക്കുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൈൻ, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ലൈനാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ബേസ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്സ്റ്റ് ലൈൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡയഗണൽ ഒക്കെ ആയിട്ട് ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ ആ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൈനാണ് ബേസ് ലൈൻ. അത് കൂടുതലും ഇങ്ങനെ ഡയഗണൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ലോങ്സ്റ്റ് ലൈൻ ഇൻ ദ ഫ്രെയിം വർക്ക്, ആ ഫ്രെയിം വർക്കിലുള്ള ലോങ്സ്റ്റ് ലൈൻ എല്ലാ സർവേ ലൈൻസും, ഇതും സർവേ ലൈന, ഇത് സർവേ ലൈന, ഇത് സർവേ ലൈന, എല്ലാം സർവേ ലൈൻസാ. അപ്പൊ ഉള്ള സർവേ ലൈൻസിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൈൻ ഏതാണോ അതാണ് നമ്മുടെ ബേസ് ലൈൻ. നമ്മുടെ ഒരു വർക്കിന്റെ ആക്യുറസി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബേസ് ലൈനെയാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ, ആക്യുറസി ഡിപ്പെൻഡ് ഓൺ ദിസ് ബേസ് ലൈൻ. ഇനി അടുത്ത പോയിന്റ് ആണ്, അടുത്ത ഒരു എലമെന്റ് ആണ് ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ. ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ എന്ന് പറയുന്നത്. ചെക്ക് ലൈൻ ആ പേര് തന്നെയുണ്ട്, നമ്മുടെ വർക്കിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ. ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ചെക്ക് ലൈൻ എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 ചെക്ക് ലൈൻ എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ.
ഈ ചെക്ക് ലൈന് പറയുന്ന വേറൊരു നെയിം ആണ് പ്രൂഫ് ലൈൻ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ടൈ സ്റ്റേഷൻ പറഞ്ഞായിരുന്നു. ആ ടൈ സ്റ്റേഷനുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ടൈ ലൈൻ. എ ലൈൻ ജോയിനിങ് ടു ടൈ സ്റ്റേഷൻ, രണ്ട് ടൈ സ്റ്റേഷനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മുടെ ടൈ ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ രണ്ട് ഇത് നമ്മുടെ ഇവിടെ ഒരു ടൈ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ ഒരു ടൈ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടൈ സ്റ്റേഷനെയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്, ടൈ ലൈൻ. അത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എലിമെന്റ്സ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഒരു പ്ലോട്ടിന് നമ്മൾ ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്രെയിം വർക്ക്, നമ്മുടെ അതിന്റെ സ്കെലിട്ടൻ, ആ ഒരു പ്ലോട്ടിന്റെ സ്കെലിട്ടൻ ആയിട്ട് നമ്മൾ ഡ്രോൺ ചെയ്യുന്നതാണ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കെലിട്ടൻ എന്ന് പറയുന്നത്. പിന്നെ സർവേ സ്റ്റേഷൻ, ടൈ സ്റ്റേഷനും ഉണ്ട്. മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മെയിൻ ആയിട്ടുള്ള സ്കെലിട്ടനില്, മെയിൻ ആയിട്ടുള്ള ഫ്രെയിം വർക്കില് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻസ് ആണ് മെയിൻ സ്റ്റേഷൻസ്. ഈ മെയിൻ സ്റ്റേഷനുകളുടെ ഇടയ്ക്ക് വരുന്ന മെയിൻ സർവേ ലൈനിൽ വരുന്ന സ്റ്റേഷൻസ് ആണ് ടൈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേഷൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ ഡീറ്റെയിൽസിനെ ലൊക്കേറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ ബേസ് ലൈൻ പറഞ്ഞു. എല്ലാ സർവേ ലൈനിലും വെച്ച് ഏറ്റവും ലോങ്സ്റ്റ് ലൈൻ ഏതാണോ അതാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞതാണ് ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ. അത് നമ്മുടെ വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ചെക്ക് ലൈൻ. ഒരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ചെക്ക് ലൈൻ എങ്കിലും വേണം. പിന്നെ പറഞ്ഞു ടൈ ലൈൻ, രണ്ട് ടൈ സ്റ്റേഷനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ ലൈനിലും സർവേ ലൈനിലും നമുക്ക് ടൈ സ്റ്റേഷൻ വരാം. ഇതും സർവേ ലൈൻ അല്ലേ, ഇതിലും നമുക്ക് ടൈ സ്റ്റേഷൻ വരാം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ടൈ ലൈൻ. അപ്പോൾ ടൈ സ്റ്റേഷനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ടൈ ലൈൻ. അത്ര ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ഒരു 3 തരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ഫ്രെയിം വർക്ക് ഫോം ചെയ്തേക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ടും ട്രയാങ്കിൾസ് കൊണ്ടും എന്ന് പറഞ്ഞു. അപ്പൊ ആ ട്രയാങ്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ 3 തരത്തിൽ വരാം. ഒന്ന്, ഫസ്റ്റ് വൺ ആണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിള്. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിള്, ഇക്വിലാറ്ററൽ ട്രയാങ്കിള്, തേർഡ് വൺ എന്ന് പറയുന്നത് ഇൽ കണ്ടീഷൻഡ് ഓർ ബാഡ് ട്രയാങ്കിള്. ഇൽ കണ്ടീഷൻഡ് ഓർ ബാഡ് കണ്ടീഷൻഡ് ട്രയാങ്കിള്. ബാഡ് കണ്ടീഷൻഡ് ട്രയാങ്കിള്. ഓക്കെ, അപ്പൊ 3 എണ്ണം ഉണ്ട്. വെൽ കണ്ടീഷൻഡ്, ഇക്വിലാറ്ററൽ, ഇൽ കണ്ടീഷൻ ഓർ ബാഡ് കണ്ടീഷൻ ട്രയാങ്കിൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ വെൽ കണ്ടീഷൻ ട്രയാങ്കിളിന്റെ ആ ഒരു പെക്യുലാരിറ്റി ചോദിക്കാറുണ്ട്, ഫീച്ചർ എങ്ങനെയാണ്, അതിന്റെ ആംഗിൾ എങ്ങനെയാണ്. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആംഗിളും ലെസ് ദാൻ 120 ഡിഗ്രിയും ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഓർത്തിരിക്കുക, ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ലെസ് ദാൻ 120 ഡിഗ്രിയിൽ വരുന്ന ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾ ആണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഈക്വലാറ്റർ നമുക്കറിയാലോ 60 ഡിഗ്രി ഫോം ചെയ്തത്. അപ്പൊ നമ്മൾ ഫോം ചെയ്യുന്ന ആ ഫ്രെയിം വർക്ക് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ അത് നിയർലി ഈക്വലാറ്ററൽ ആവുന്നതാണ് ബെസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൽ കണ്ടീഷൻഡ് ഓർ ബാഡ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ. അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ 30 ഡിഗ്രിയും, ഇത് ലെസ് ദാൻ 120 ഡിഗ്രി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രിയും വരുന്നതാണ് ഇൽ കണ്ടീഷൻഡ് ഓർ ബാഡ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ. 3 ട്രയാങ്കിളിന്റെ കണ്ടീഷൻ ഓർത്തിരിക്കാം. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടണമെന്ന് ഇല്ല, എന്നാലും ഇൽ കണ്ടീഷൻഡ് ആവാതെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഇനി നമുക്ക് ചെയിൻ സർവേയിങ്ങിൽ നോക്കാനുള്ളത് പ്രോസസ് ആണ്, ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ്? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജസ്റ്റ്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റേഞ്ചിങ് ആണ്. അപ്പൊ ഈ റേഞ്ചിങ്, രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചെയിനിങ്,
പിന്നെ ഒരെണ്ണം ഓഫ് സെറ്റിങ്. ഇങ്ങനെ 3 ഓപ്പറേഷൻസ് ആണ് നമ്മുടെ ചെയിൻ സർവേയിങ്ങിൽ കണ്ടക്ട് ചെയ്യുന്നത്. റേഞ്ചിങ്, ചെയിനിങ്, ഓഫ് സെറ്റിങ്. റേഞ്ചിങ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, ചെയിനിങ്ങും കണ്ടു. ചെയിനിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് ചെയിൻ ഇട്ട് മെഷർമെന്റ് ടേക്ക് ചെയ്യും. ഇനി ഓഫ് സെറ്റിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ റേഞ്ചിങ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു മിനിമം 3 റേഞ്ചിങ് റോഡ്സ് എങ്കിലും വേണമെന്നൊക്കെ. അപ്പൊ അതിനകത്തൊരു ടേം വിട്ടുപോയായിരുന്നു. റേഞ്ചിങ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റേഞ്ചിങ്ങും ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്റ്റ് റേഞ്ചിങ്ങിന്റെ കേസിലാണ്, ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ബി എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ് നമ്മുടെ സ്റ്റേഷൻസ് ആട്ടോ. അപ്പൊ ഈ എ ബി എന്ന് പറഞ്ഞ സർവേ ലൈനില് ഈ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും അവർ തമ്മിൽ മ്യൂച്വലി ഇന്റർവിസിബിൾ ആണ്. അവർ തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണ്, മ്യൂച്വലി ഇന്റർവിസിബിൾ ആണ്. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എയിൽ ഒരു റേഞ്ചിങ് റോഡ് വെക്കും, ബിയിൽ ഒരു റേഞ്ചിങ് റോഡ് വെക്കും. നടുക്ക് ഇവർ തമ്മിൽ ഇന്റർവിസിബിൾ ആണ്, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്യാനില്ല. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റേഞ്ചിങ് റോഡ് ഇവിടെയും വെക്കും. അങ്ങനെയാണ് മിനിമം ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ 3 റേഞ്ചിങ് റോഡ് വേണമെന്ന് പറയുന്നത്. 3 റോഡ് വേണം, 3 റേഞ്ചിങ് റോഡ് വേണമെന്ന് ഇന്നലെ പറഞ്ഞു. ഇൻഡയറക്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞില്ല. ഇൻഡയറക്റ്റിന്റെ കേസ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹില്ലിന്റെ കേസ് എടുക്കാം. അപ്പൊ എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ മെയിൻ സ്റ്റേഷൻസ്. അപ്പൊ നമുക്ക് ഹില്ലാണെങ്കിൽ ഇത് മ്യൂച്വലി ഇന്റർവിസിബിൾ അല്ല. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു റേഞ്ചിങ് റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വേണം, ഇവിടെ ഒരു പോയിന്റ് വേണം. അപ്പൊ ഒരു റേഞ്ചിങ് റോഡ് ഇവിടെ വെച്ചു, രണ്ടാമത്തെ ഇവിടെ വെച്ചു, മൂന്നാമത്തെ ഇവിടെ വെച്ചു, നാലാമത്തത് ഇവിടെ വെച്ചു. അപ്പൊ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ അവിടെ 4 റേഞ്ചിങ് റോഡ് വേണം. അപ്പൊ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നോക്കണം കേട്ടോ ക്വസ്റ്റ്യൻ വരുമ്പോ. സിംപ്ലി റേഞ്ചിങ്ങിന്റെ കേസിൽ എത്ര മിനിമം റേഞ്ചിങ് റോഡ് എന്ന് വെച്ചാൽ 3 ആണ് സാധാരണ ആൻസർ വരാറ്. അപ്പോൾ ഡയറക്റ്റിലാണെങ്കിൽ 3 റേഞ്ചിങ് റോഡും ഇൻഡയറക്റ്റ് കേസിലാണെങ്കിൽ 4 റേഞ്ചിങ് റോഡും ആണ് മിനിമം വേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇനി നമ്മൾ തിയോഡൈലൈറ്റ് യൂസ് ചെയ്ത് ഈ റേഞ്ചിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോ ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ തിയോഡൈലൈറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഡയറക്റ്റ് റേഞ്ചിങ്ങിന് നമ്മൾ ലൈനിങ് ഇൻ എന്ന് പറയും. ലൈനിങ് ഇൻ. ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലാണെങ്കിൽ തിയോഡൈലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ബാലൻസിങ് ഇൻ എന്നും പറയും. ആ 2 ടേം ഇന്നലെ പറഞ്ഞില്ല, വിട്ടുപോയി, ഓർത്തിരിക്കുക കേട്ടോ. ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ റേഞ്ചിങ്ങിന് വേണ്ടി തിയോഡൈലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് ഇന്നും, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലാണ് റേഞ്ചിങ്ങിന് വേണ്ടി തിയോഡൈലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സിന് ബാലൻസിങ് ഇൻ എന്നും പറയും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ 3 പ്രോസസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഓഫ് സെറ്റിംഗ് ആണ്. അപ്പൊ ഓഫ് സെറ്റിംഗ് എന്താന്ന് നോക്കാം. ഓഫ് സെറ്റിംഗ് നമുക്ക് ഒബ്ജക്ട്സിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെയിൻ ലൈനിൽ നിന്ന് ലാറ്ററൽ ആയിട്ട് എടുക്കുന്ന മെഷർമെന്റ്സിനെയാണ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചെയിൻ ലൈൻ. എ ബി എന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ ലൈൻ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒബ്ജക്റ്റിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ചെയിൻ ലൈനിൽ നിന്ന് ലാറ്ററൽ ആയിട്ട് എടുക്കുന്ന ഈ ഒരു മെഷർമെന്റിനെയാണ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓഫ് സെറ്റ് എന്താന്ന് മനസ്സിലായോ? ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയിൻ ലൈനിൽ നിന്ന് നമ്മൾ ലാറ്ററൽ ആയിട്ട് എടുക്കുന്ന എന്ത് മെഷർമെന്റിനെയും നമ്മൾ ഓഫ് സെറ്റ് എന്ന് പറയും. അത് എന്തിനാണ്? നമുക്കൊരു ഒബ്ജക്റ്റിനെ പ്ലോട്ട് ചെയ്യാനായിരിക്കും. ഓഫ് സെറ്റിംഗ് എന്താണെന്ന് ഓർത്തിരിക്കാം. ഇനി ഓഫ് സെറ്റിന്റെ ടൈപ്പ്. ഡയറക്ഷൻ, അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ആണ് ഫസ്റ്റ് ടൈപ്പ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡയറക്ഷൻ 2 എണ്ണം ഉണ്ട്. പെർപെൻഡിക്കുലർ ഓഫ് സെറ്റും ഉണ്ട്, ഒബ്ലീക്ക് ഓഫ് സെറ്റും ഉണ്ട്. പെർപെൻഡിക്കുലർ ഓഫ് സെറ്റും ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ലീക്ക്. ഇതെന്താണ്? അക്കോർഡിംഗ് ടു ഡയറക്ഷൻ. According to direction, there are 2 types of offsets: perpendicular offset and oblique offset. അപ്പൊ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്താ? ആ നെയിം നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഓഫ്സെറ്റ്സ് 90 ഡിഗ്രി ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്നും, ഒബ്ലിക് ഓഫ്സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്നതിന് നമ്മൾ ഒബ്ലിക് ഓഫ്സെറ്റ് എന്നും പറയും. നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റിന്റെ കേസിൽ
ഒരു മെഷർമെന്റ് ആണ് നമുക്ക് എടുക്കേണ്ട കേസുള്ളൂ. ഇനി ഒബ്ലിക് ഓഫ്സെറ്റിലാണെങ്കിൽ 2 മെഷർമെന്റ് മിനിമം വേണം. നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓഫ്സെറ്റ് റോഡ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓഫ്സെറ്റ് റോഡ് ഒക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു ഡയറക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലിക് ഓഫ്സെറ്റും. അത് നമുക്ക് ആ പേരിൽ നിന്ന് അറിയാം, നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇത് ഒന്നാമത്തെ ടൈപ്പിൽ വരുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് അക്കോർഡിംഗ് ടു ലെങ്ത് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ലോങ് ഓഫ്സെറ്റും ഉണ്ട്, ഷോർട്ട് ഓഫ്സെറ്റും ഉണ്ട്. ഷോർട്ട് ഓഫ്സെറ്റും ഉണ്ട് അക്കോർഡിംഗ് ടു ലെങ്തിനെ ബേസ് ചെയ്ത് ഓഫ്സെറ്റ് ആർ ഓഫ് 2 ടൈപ്സ്, ലോങ് ആൻഡ് ഷോർട്ട്. അപ്പൊ ആ ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റ്, ഒരു ഡയമെൻഷൻ ഉണ്ടാവും, അത് ഓർത്തിരിക്കുക. ലോങ് ഓഫ്സെറ്റ് മീൻസ് if the offset is greater than 15 meter. മീറ്റർ ആണ് കേട്ടോ, 15 മീറ്റർ കൂടുതലാണ് ഓഫ്സെറ്റിന്റെ ലെങ്ത് എങ്കിൽ അതാണ് ലോങ് ഓഫ്സെറ്റ്. ഇഫ് ദ മെഷർമെന്റ് ഓഫ് ഓഫ്സെറ്റ് ഈസ് ലെസ് ദാൻ 15 മീറ്റർ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ഓഫ്സെറ്റ്. ഇത് ചോദിക്കാറുണ്ട്. 15 മീറ്റർ കൂടുതലല്ല നമ്മൾ ലോങ് ഓഫ്സെറ്റും. 15 എന്നുള്ള ആ ഒരു ഡയമെൻഷൻ 15 മീറ്റർ ആണെന്നുള്ള ആ ഡയമെൻഷൻ ഓർത്തിരിക്കാം. 15 മീറ്റർ കൂടുതലാണെങ്കിൽ ലോങ് ഓഫ്സെറ്റും, 15 മീറ്റർ കുറവാണെങ്കിൽ ഷോർട്ട് ഓഫ്സെറ്റും ആണ്. അത്രയാണ് നമ്മുടെ ഓപ്പറേഷൻസിൽ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? റേഞ്ചിങ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഓപ്പറേഷൻ പറഞ്ഞു ചെയിനിങ്, ജസ്റ്റ് എന്താ ചെയിനിട്ട് മെഷർമെന്റ് എടുക്കുന്ന പ്രോസസ്സ്. പിന്നെ ഓഫ്സെറ്റിംഗിലാണ് പറഞ്ഞത്. ഓഫ്സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ മെഷർമെന്റ് എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അത് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, പെർപെൻഡിക്കുലറും ഉണ്ട്, ഒബ്ലിക്കും ഉണ്ട്. ഇനി അക്കോർഡിംഗ് ടു ലെങ്ത് ആണെങ്കിൽ ലോങ് ഓഫ്സെറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 15 മീറ്റർ ആണ് ഓഫ്സെറ്റിന്റെ ലെങ്ത് എങ്കിൽ അത് ലോങ് ഓഫ്സെറ്റും. ഷോർട്ട് ഓഫ്സെറ്റ് മീൻസ് ഇഫ് ദ ലെങ്ത് ഓഫ് ഓഫ്സെറ്റ് ഇസ് ലെസ് ദാൻ 15 മീറ്റർ. ഓക്കെ, ഓഫ്സെറ്റിംഗ് കഴിഞ്ഞു. അടുത്ത ഈ ഓഫ്സെറ്റിംഗില് നമ്മൾ ആ ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യില്ലേ, 90 ഡിഗ്രി ആംഗിൾ സെറ്റ് ചെയ്യില്ലേ, അതിന് നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പോയിന്റ്സും ഇവിടെ പറയുന്നത് നമ്മുടെ PSCയുടെ വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒന്നും വിട്ട് കളയാൻ പറ്റില്ല. അതിന്റെ ഒരു സീരിയസ്നെസ് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ്, ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ക്രോസ് സ്റ്റാഫ്. നമ്മൾ സർവേ ഒക്കെ കോളേജിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ക്രോസ് സ്റ്റാഫ്. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ക്രോസ് സ്റ്റാഫ് ആണ്. ഈ ക്രോസ് സ്റ്റാഫില് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, സെക്കൻഡ് ക്രോസ് സ്റ്റാഫ് ആണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, തേർഡ് വൺ ആണ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. പേരൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ, പേര് പഠിക്കണം. അതുപോലെ അവിടെ എത്ര ആംഗിളിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ ക്രോസ് സ്റ്റാഫ് ആണ് നമ്മൾ ഈ പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്. ക്രോസ് സ്റ്റാഫ്, ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആൻഡ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് ഉണ്ട്. അതിൽ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി സെറ്റ് ചെയ്യാനാണ്. ഫോർ സെറ്റിംഗ് ഔട്ട് 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാനാണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നതും ഈ ഒരു ടൈപ്പാണ്, കോമൺലി യൂസ്ഡ്. പിന്നെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ആണ്. ഓപ്പൺ ക്രോസ് സ്റ്റാഫിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഈ പറയുന്ന ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ആണ്. അടുത്താണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് 45 ഡിഗ്രിയും 90 ഡിഗ്രിയും ഒക്കെ സെറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 45 ഡിഗ്രീസ് സെറ്റ് യൂസിങ് ദിസ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. 45 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് അങ്ങനെ പറയാം. സാധാരണ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ വരാറ് 45 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രോസ് സ്റ്റാഫ് ഏതാണ്, അങ്ങനെ ഓർത്തിരുന്നത് മതി. മൾട്ടിപ്പിൾസ് ഓഫ് 45 ഡിഗ്രീനെ സെറ്റ് ഔട്ട് ചെയ്യാനാണ് ആക്ച്വലി
ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 45 ഡിഗ്രി സെറ്റ് ഔട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഈ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിന് അതിന്റെ ആ ഹെഡ് എന്ന് പറയുന്നത് ഒക്ടഗണൽ ഷേപ്പാ. ഒക്ടഗണൽ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടാ 8 എന്നല്ലേ, ഒക്ടഗണൽ മീൻസ് വെച്ചാൽ 8 അല്ലേ. അപ്പൊ അതിന് 8 സ്ലിറ്റ്സ് ഉണ്ട്. ആ 8 സ്ലിറ്റില് ഓരോ ആ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ ആണ്. അത് ജസ്റ്റ് അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് 45 ഡിഗ്രി ഇത് ഇമ്പോർട്ടന്റ് ആണ്. 45 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 45 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാനാണ് ഈ പറയുന്ന ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒക്ടഗണൽ ഷേപ്പ് ആണ് അതിന്റെ ഹെഡിന്. ഒക്ടഗണൽ ഷേപ്പ്, ഒക്ടഗണൽ മീൻസ് 8. അത് ആ ഷേപ്പ് ആണ്. അപ്പൊ അതിന് 8 സ്ലിറ്റ് ഉണ്ട്. ഒക്ടഗണൽ ഷേപ്പ് ആണ്. അപ്പൊ ആ ഒക്ടഗണൽ ഷേപ്പിന്റെ ഓരോ കോർണറിലും 8 സ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സ്ലിറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് 8 സെന്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു സ്ലിറ്റ് ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് 8 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ് വൺ ആണ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. അത് നമുക്ക് ഏത് ആംഗിളും 45 ഡിഗ്രി ഒന്നും അല്ല, 90 ഡിഗ്രി അല്ല, ഏത് ആംഗിളും സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. എനി ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പും ആയിരിക്കും കേട്ടോ. സിലിണ്ടറിക്കൽ ഷേപ്പും ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ അല്ലെങ്കിൽ ഫോർ സെറ്റിംഗ് ഓൺ റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഓഫ്സെറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് സ്റ്റാഫ്. ഫസ്റ്റ് വൺ. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ഓപ്പണിന്റെ ഓയും 90 ഡിഗ്രിയും അങ്ങനെ കമ്പയർ ഒക്കെ ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതാണ് ഏറ്റവും ആക്യുറേറ്റും കോമൺലി യൂസ് ചെയ്യുന്നത്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് മൾട്ടിപ്പിൾസ് ഓഫ് 45 ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഒക്ടഗണൽ ഷേപ്പ് ആണ്. ഒക്ടഗണൽ മീൻസ് 8 സ്ലിറ്റ് ഉണ്ടാവും. ആ 2 അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 8 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആംഗിളും 45ഓ 90ഓ 15ഓ 20ഓ ഏത് ആംഗിൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. രണ്ടാമത്തെയാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൂടുതലും ഒപ്റ്റിക്കൽ സ്ക്വയറിൽ നിന്നാണ്. അപ്പൊ ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഒപ്റ്റിക്കൽ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മറ്റേ കേസിൽ 90 ഡിഗ്രി 45 ഡിഗ്രി ഒക്കെ സെറ്റ് ചെയ്യണ കേസ് പറഞ്ഞില്ലേ. ഒപ്റ്റിക്കൽ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാനാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഈ ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. അതിന്റെ പ്രിൻസിപ്പിൾ ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഓപ്ഷൻസിൽ റിഫ്ലക്ഷനും കൊടുക്കാറുണ്ട്, ഡബിൾ റിഫ്ലക്ഷനും കൊടുക്കാറുണ്ട്. അപ്പൊ ഡബിൾ റിഫ്ലക്ഷൻ ആണ് എക്സാക്ട്ലി അതിന്റെ റൈറ്റ് ആൻസർ. പ്രിൻസിപ്പിൾ ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഈ ഒരു കേസിൽ 2 മിറേഴ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ സ്ക്വയേഴ്സിൽ ഹൊറിസോൺ മിററും അതുപോലെ തന്നെ ഇൻഡെക്സ് മിററും, അങ്ങനെ 2 മിറേഴ്സ് ആണ് ഉള്ളത്. ഹൊറിസോൺ മിററും ഇൻഡെക്സ് മിററും. ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോൺ മിറർ നമ്മൾ എച്ച് കൊണ്ട് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഹൊറിസോൺ മിററും ഉണ്ട്, ഇവിടെ ഒരു ഇൻഡെക്സ് മിററും പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഇത് ഹൊറിസോൺ മിറർ, ഇത് ഇൻഡെക്സ് മിറർ. അപ്പൊ ഹൊറിസോൺ മിറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാറുള്ളതാണ് ഹാഫ് സിൽവേർഡും ഹാഫ് അൺസിൽവേർഡും ആണ്. ഇതൊരു മിറർ ആണെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ സിൽവേർഡും ആണ്, ഹാഫ് പോർഷൻ അൺസിൽവേർഡും ആണ് ഹൊറിസോൺ മിററിന്റെ കേസിൽ. എന്നാൽ ഇൻഡെക്സ് മിറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി സിൽവേർഡ് ആണ്. ഓക്കെ, ഹൊറിസോൺ മിറർ ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ് ആണ്. ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഹൊറിസോൺ മിറർ ഇവിടെ പ്ലേസ് ചെയ്തു, ഇൻഡെക്സ് മിറർ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ ഈ ഹൊറിസോൺ മിററും ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ്, ഇതിനകത്ത് ഒരു 3-4 ആംഗിൾസ് ഉണ്ട്. ആംഗിൾസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ഹൊറിസോൺ മിററിന്റെ റേസ് വരച്ച ഹൊറിസോൺ മിററും ഈ ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് 45 ഡിഗ്രി.
ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഹൊറിസോണും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി. ഹൊറിസോൺ ആൻഡ് ഇൻഡെക്സ് മിറർ തമ്മിലുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 45 ഡിഗ്രി. ഇമ്പോർട്ടന്റ് ആട്ടോ, 45 ഡിഗ്രി. നമുക്ക് മാറിപ്പോകും, നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാറിപ്പോകും ഈ മിററുകൾ തമ്മിലുള്ളത്. ഇനി ഈ ഇൻഡെക്സ് മിററും ഇൻഡെക്സ് സൈറ്റും ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 105 ഡിഗ്രി ആണ്. ഇൻഡെക്സ് മിററും ഇൻഡെക്സ് സൈറ്റും ആയിട്ട് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് 105 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഇൻഡെക്സ് സൈറ്റ്. ഈ പോയേക്കണ ആട്ടെ ഇൻഡെക്സ് സൈറ്റ്, ഈ പോയേക്കുന്നത് ഹൊറിസോൺ സൈറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡെക്സ് സൈറ്റും ഈ ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്തേക്കണ ആംഗിൾ ഇത് പറയുന്നത് 105 ഡിഗ്രി ആണ്. അതുപോലെ ഈ ഹൊറിസോൺ മിററും ഈ ഹൊറിസോൺ സൈറ്റും തമ്മിൽ മേക്ക് ചെയ്തേക്കണ ആംഗിൾ ആണ് 120 ഡിഗ്രി. 120 ഡിഗ്രി ആണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ കൺഫ്യൂഷൻ ആയോ? ഹൊറിസോൺ മിററും ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന 45 ഡിഗ്രി. ഇനി ഹൊറിസോൺ സൈറ്റും ഹൊറിസോൺ മിററും മാറിപ്പോകരുതേ. ഈ ഹൊറിസോൺ സൈറ്റ് എന്ന് പറഞ്ഞത് ഹൊറിസോൺ സൈറ്റും ഹൊറിസോൺ മിററും തമ്മിൽ ഫോം ചെയ്തേക്കുന്നതാണ് കൂടുതൽ 120 ഡിഗ്രി. ഇനി നമ്മുടെ ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്തേക്കണാണ് 105 ഡിഗ്രി. 105 ഡിഗ്രി. ഇനിയുണ്ട് ഈ ഇൻഡെക്സ് സൈറ്റും ഈ ഹൊറിസോൺ സൈറ്റും തമ്മിൽ എത്ര ആംഗിളിലാണ് മേക്ക് ചെയ്തേക്കണേ? അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇൻഡെക്സ് സൈറ്റും ഹൊറിസോൺ സൈറ്റും തമ്മിൽ മേക്ക് ചെയ്തേക്കണ ആംഗിൾ ആണ് 90 ഡിഗ്രി. അത് കുറച്ച് പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിങ്ങനെ ചോദിക്കാറുമുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇൻഡെക്സ് മിറർ ആണ് ഇൻഡെക്സ് സൈറ്റ് ആണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. അപ്പൊ മാറിപ്പോകാതെ പഠിക്കാം. രണ്ട് മിററുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി. അത് ഫസ്റ്റ് ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിൽ ഫോം ചെയ്യുന്നത് 105 ഡിഗ്രി. ഹൊറിസോൺ മിററും ഹൊറിസോൺ സൈറ്റും തമ്മിൽ ഫോം ചെയ്യുന്നത് 120 ഡിഗ്രിയും. ഇനി രണ്ട് സൈറ്റുകൾ തമ്മിലാണെങ്കിൽ അത് 90 ഡിഗ്രി. നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് ഓർത്തിരിക്കുള്ളൂ. മാറിപ്പോകാതെ പഠിക്കണം. നമ്മൾ പറഞ്ഞു ഹൊറിസോൺ മിറർ ഹാഫ് സിൽവേർഡും ഹാഫ് അൺസിൽവേർഡും എന്ന് പറഞ്ഞു. അപ്പൊ ഹാഫ് ആയിട്ട് സിൽവർ ചെയ്തേക്കുന്നത് അതിന് ടിന്നിന്റെ കോട്ടിങ് കൊടുത്തിട്ടാട്ടോ. ഹാഫ് സിൽവേർഡില് ഹാഫ് ആയിട്ട് സിൽവർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ടിൻ കോട്ടിങ് കൊടുത്താണ് അത് ഹാഫ് സിൽവേർഡ് ആക്കിയേക്കണത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഫ്സെറ്റ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ക്രോസ് സ്റ്റാഫ് പറഞ്ഞു, അതിനകത്ത് 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഇനി ഒപ്റ്റിക്കൽ സ്ക്വയർ പോലെ തന്നെ അടുത്തതാണ് പ്രിസം സ്ക്വയർ. പ്രിസം സ്ക്വയർ തേർഡ് വൺ ആണ് പ്രിസം സ്ക്വയർ. അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പ്രിസം സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ തന്നെയാണ്. അപ്പൊ സ്ക്വയർ കാണുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ ഡബിൾ റിഫ്ലക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്നാൽ ഒപ്റ്റിക്കൽ സ്ക്വയറിനേക്കാളും കൂടുതൽ റിലയബിളും ബ്രൈറ്ററും ഒക്കെ ഈ പറയുന്ന പ്രിസം സ്ക്വയർ ആണ്. മോർ റിലയബിൾ ആൻഡ് മോർ ബ്രൈറ്റർ എന്ന് പറയുന്നത് പ്രിസം സ്ക്വയർ ആണ് കേട്ടോ. ജസ്റ്റ് അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ടേപ്പ് പിടിച്ച ചെറിയ ഓഫ്സെറ്റ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു വാളിലേക്ക് ചെറിയൊരു ഓഫ്സെറ്റ് എടുക്കാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്തും ഓഫ്സെറ്റ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഓഫ്സെറ്റ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് കഴിഞ്ഞു. ഏതൊക്കെ പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സ്റ്റാഫ് ആയിരുന്നു. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ക്രോസ് സ്റ്റാഫ് ആണ്. പിന്നെ അതിന് 3 ടൈപ്പ് പറഞ്ഞു. രണ്ടാമത്തത് നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയർ പറഞ്ഞു. അതിലാണ് മിറേഴ്സ് ഒക്കെ ഉള്ളത്. അതിന്റെ ആംഗിൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാറിപ്പോകാതെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ പറഞ്ഞ പ്രിസം സ്ക്വയർ, അതിന്റെ പ്രിൻസിപ്പിൾ സെയിം ആസ് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്, ഡബിൾ റിഫ്ലക്ഷൻ തന്നെയാണ്. അത് നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയറിനെക്കാളും കുറച്ചും കൂടി റിലയബിളും ബ്രൈറ്ററും ഒക്കെ ആയിട്ടുള്ളത് ഈ പ്രിസം സ്ക്വയർ ആണ്. നമ്മൾ സാധാരണ ചെറിയ ഓഫ്സെറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഷറിംഗ് ടേപ്പ്
യൂസ് ചെയ്തും ഓഫ്സെറ്റ്സ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ റെക്കഗ്നൈസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജസ്റ്റ് നമുക്ക് സർവേ ചെയ്യാനുള്ള ഏരിയനെ റഫ് ആയിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. റഫ് എക്സാമിനേഷൻ ആണ് റെക്കഗ്നൈസൻസിൽ വരുന്നത്. അപ്പൊ ഈ റെക്കഗ്നൈസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സർവേ, ഏതൊരു വലിയ പ്രോജക്റ്റോ, ഈവൻ നമ്മളൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ആദ്യമേ നമ്മൾ ആ പ്ലോട്ടിന് ജസ്റ്റ് നടന്നൊക്കെ ഒന്ന് കാണും, എന്നിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിലേക്ക് പോവുള്ളൂ. അപ്പൊ ഈ റെക്കഗ്നൈസ് സർവേ ചെയ്തിട്ട് നമ്മൾ റഫ് ആയിട്ടുള്ള സ്കെച്ച് ഒക്കെ വരയ്ക്കും. അപ്പൊ റെക്കഗ്നൈസൻസ് സർവേ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഫീൽഡ് ബുക്കിന്റെ കേസ് നോക്കാം. ഫീൽഡ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ മെഷർമെന്റ്സ് ഒക്കെ എൻറ്റർ ചെയ്യുന്ന ബുക്കാണ് ഫീൽഡ് ബുക്ക്. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഫീൽഡ് ബുക്കും ഉണ്ട്, ഡബിൾ ഫീൽഡ് ബുക്കും ഉണ്ട്. ഓക്കെ, ഫീൽഡ് ബുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഡബിൾ ആണ്. ഡബിൾ ഫീൽഡ് ബുക്ക് ആണ്. ഇനി സിംഗിൾ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്യുന്നത് ലാർജ് വർക്ക്സിനാണ്. നമുക്ക് ആ പ്ലോട്ട് ചെയ്യാനുള്ള ഏരിയ ലാർജ് ഏരിയ ആണ്, അല്ലെങ്കിൽ ലാർജ് വർക്ക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിംഗിൾ ഫീൽഡ് ബുക്ക്. അപ്പൊ ഫീൽഡ് ബുക്കിന്റെ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. 12x20 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈസ് ചോദിക്കാറുള്ളത് കേട്ടോ. 20x12 സെന്റിമീറ്റർ, 12x20 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈസ്. സിംഗിൾ ഫീൽഡ് ബുക്ക് എങ്ങനെയായിരിക്കും? ജസ്റ്റ് സിംഗിൾ ഒരു ലൈൻ ആണ് ഉണ്ടാവുള്ളൂ. ഡബിൾ ഫീൽഡ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഡബിള്, ഇത് സിംഗിൾ ഫീൽഡ് ബുക്ക് ആണ്, ഇത് ഡബിൾ ആണ്, ഡബിൾ ഫീൽഡ് ബുക്ക് ആണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഡബിൾ ഫീൽഡ് ബുക്കിലുള്ള ആ ഒരു നമ്മൾ ആ ഡിവൈഡ് ചെയ്തേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് 1.5 സെന്റിമീറ്റർ ആണ്. 1.5 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സിംഗിൾ ഫീൽഡ് ബുക്ക്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഡബിൾ ഫീൽഡ് ബുക്ക് ആണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഈ സിംഗിൾ ഫീൽഡ് ബുക്കില്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് ബുക്കിൽ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുമ്പോൾ സിമ്പിൾസ് വെച്ചൊക്കെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമ്മുടെ മെയിൻ സ്റ്റേഷനെ നമ്മൾ ട്രയാങ്കിള്, ഇങ്ങനെ ട്രയാങ്കിൾ വെച്ചാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള സർവേ സ്റ്റേഷൻസ് ട്രയാങ്കിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ടൈ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓവൽ അല്ലെങ്കിൽ സർക്കുലാർ ഷേപ്പ് വെച്ചിട്ടാണ് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മെയിൻ സർവേ സ്റ്റേഷൻ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈ സ്റ്റേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കുലർ ഓർ ഓവൽ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ടാണ് മെയിൻ സ്റ്റേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിലായിരുന്നോ, അന്ന് ചോദിച്ചതായിരുന്നു നമ്മൾ ചെയിനേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എന്ത്, ചെയിനേജ് എവിടെ നിന്നാണ് ടേക്ക് ചെയ്യണത്. അതെനിക്ക് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയാണ്ട് പറഞ്ഞ കേട്ടോ. അന്ന് നമ്മൾ ചെയിനേജ് ടേക്ക് ചെയ്യണത് റീസെന്റ് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻഡിന്ന്, ഈ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ചെയിനേജ് ടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ, മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ആ പോയിന്റിൽ നിന്നാണ് എപ്പോഴും ചെയിനേജ് എടുത്തെടുത്ത് പോകുന്നത്, ഓർത്തിരിക്കുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫീൽഡ് ബുക്കിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്. ഫീൽഡ് ബുക്കിൽ നമ്മൾ സാധാരണ കാണാറുള്ളത് കീ മാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാപ്പ്. കീ മാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാപ്പ് എങ്ങനെയാണ് അവിടെയുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റഫായിട്ട് വരയ്ക്കുന്ന ഫീൽഡ് ബുക്കിൽ വരച്ച് കാട്ടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കീ മാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് മാപ്പ് എന്ന് പറയും. ഇത് ഏത് സ്റ്റേജിലെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസൻസ് സ്റ്റേജിലാണ് ഈ ഒരു കീ മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കീ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്കെയിൽ ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻഡെക്സ് മാപ്പ് അല്ലെങ്കിൽ കീ മാപ്പിന് സ്കെയിൽ ഇല്ല.
നോട്ട് ഇൻ സ്കെയിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്കെയിൽ ഒന്നും പറയാറില്ല, സ്കെയിലല്ല ഇത് വരയ്ക്കാറ്, ജസ്റ്റ് നമ്മൾ റഫ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പൊ സ്കെയിലൊന്നും വരയ്ക്കാറില്ല, സ്കെയിലല്ല ഇത് വരയ്ക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് നോർത്ത് മാർക്ക് ചെയ്യാറുണ്ട്. നോർത്ത് മാർക്ക് നമ്മൾ എപ്പോഴും നോർത്ത് എവിടെ മാർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ. ഏത് സർവേക്കും നമ്മൾ നോർത്ത് എവിടെ മാർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്, ഇൻ കേസ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ ഇനി ഡ്രോയിങ് ഷീറ്റിലാണ് പ്ലോട്ട് ചെയ്യണേ. അപ്പൊ എവിടെയാ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിലാണ് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യേണ്ടത്. ടോപ്പ് റൈറ്റ് കോർണർ അറിയായിരിക്കും. ടോപ്പ് റൈറ്റ് കോർണറിലാണ് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഫീൽഡ് ബുക്കിലാണെങ്കിലും ഈ നമ്മൾ കീ മാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ നോർത്തിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫീൽഡ് ബുക്കിലുള്ളതാണ് സ്റ്റേഷൻസ്. നമ്മുടെ സ്റ്റേഷൻ ഫീൽഡ് മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മുടെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ട്രയാങ്കിൾ ഷേപ്പിൽ, മെയിൻ സ്റ്റേഷൻസ്. ഇനി ടൈ സ്റ്റേഷൻസ് ആണെങ്കിൽ ഓവൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന്റെ അകത്ത് ഫീൽഡ് ബുക്കിൽ ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ റെഫറൻസ് സ്കെച്ച് ഉണ്ടാവാറുണ്ട്. ലൊക്കേഷൻ സ്കെച്ച് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫീൽഡ് ബുക്കിൽ ഉണ്ടാവുന്ന ഡേറ്റാസ്. അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഈ കീ മാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാപ്പ് പ്രത്യേകം ഓർത്തിരിക്കുക. അതിന് സ്കെയിൽ ഒന്നുമില്ല, റെക്കഗ്നൈസ് സ്റ്റേജിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നോർത്ത് മാർക്ക് ചെയ്യുന്നത് ടോപ്പ് റൈറ്റ് കോർണറിൽ. അത് എല്ലാ കേസിലും നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ, ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ സാധാരണ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ചെയ്യുമ്പോഴും നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യുന്നത് ടോപ്പ് റൈറ്റ് കോർണറിലാണ്. അത് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. പിന്നെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ടൈ സ്റ്റേഷൻസ് ഉണ്ടാവും, നമ്മുടെ ചെയിനേജ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഫീൽഡ് ബുക്കിൽ ഉണ്ടാവും. ഇനി ചെയിനിങ്ങിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസ്. ഒബ്സ്ട്രക്ഷൻസ് ഇൻ ചെയിനിങ്. നമ്മൾ ചെയിനിങ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറെ ഒബ്സ്ട്രക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും അവിടെ വരുന്ന ഒബ്സ്ട്രക്ഷൻസ്? അപ്പൊ ഫസ്റ്റ് ഒബ്സ്ട്രക്ഷൻ പറയുന്നത് ചെയിനിങ് ഫ്രീ വിഷൻ ഒബ്സ്ട്രക്റ്റഡ്. ചെയിനിങ് ഫ്രീ വിഷൻ ഒബ്സ്ട്രക്റ്റഡ്. അപ്പൊ പേരുകൾ അറിഞ്ഞിരുന്ന നമുക്ക് അറിയാലോ. ഇവിടെ ചെയിനിങ് ഫ്രീ ആണ്, ചെയിനിങ് നടത്തുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷെ നമുക്ക് അവിടെ വിഷൻ, ആ സൈറ്റ് ആണ്, നമുക്ക് ആ ഇന്റർവിസിബിലിറ്റി ആണ് അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. ചെയിനിങ് ഫ്രീ വിഷൻ ഒബ്സ്ട്രക്റ്റഡ്, അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് വരുന്നത്. അത് വരുന്നതിന്റെ എക്സാമ്പിൾ ആണ് റൈസിംഗ് ഗ്രൗണ്ട്. ഹില്ലി ഏരിയാസിലൊക്കെ അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ചെയിൻ ഇടുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് ചെയിൻ ഇതിക്കടെ ലേ ചെയ്യാം. പക്ഷെ ഇന്റർവിസിബിലിറ്റി പോസിബിൾ ആണോ? അല്ല. നമുക്ക് ഇവിടെയുള്ള പോയിന്റിനെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇന്റർവിസിബിൾ അല്ല. അപ്പൊ അവിടെ വിഷൻ ആണ് ഒബ്സ്ട്രക്റ്റഡ്, ചെയിനിങ് ഫ്രീ ആണ്. നമ്മുടെ റൈസിംഗ് ഗ്രൗണ്ട്, ജംഗിൾ അല്ലെങ്കിൽ ഹില്ല്, ആ ഹില്ലി അങ്ങനത്തെ അവിടെയൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഇനി സെക്കൻഡ് ഒബ്സ്ട്രക്ഷൻ വരുന്നത് ജംഗിളിന്റെ കേസിൽ എങ്ങനെയാന്ന് അറിയാലോ. ജംഗിളിന്റെ കേസിൽ നമുക്ക് ജംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ട് കിടക്കുമല്ലേ. അപ്പൊ നമുക്ക് ആ ബോത്ത് പോയിന്റ്സ് ഇന്റർവിസിബിൾ അല്ല. അതുകൊണ്ടാണ് ജംഗിൾ ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കി അറിയാലോ. ഇനി അടുത്ത ഒബ്സ്ട്രക്ഷൻ ആണ് ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ്. ഇവിടെ ചെയിനിങ് ഫ്രീ ആയിരുന്നു, ഇവിടെ ചെയിനിങ് ആണ് ഒബ്സ്ട്രക്റ്റ് ആയിരിക്കുന്നത്. ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ്, പക്ഷെ വിഷൻ എന്തായിരിക്കും? ഫ്രീ. ഇതിന്റെ നേരെ റിവേഴ്സ് കേസ്, ഓപ്പോസിറ്റ് കേസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ് ആണ്. അങ്ങനത്തെ കേസ് ഏതാ? നമ്മുടെ റിവറും പോണ്ടും ഒക്കെ. ആ എക്സാമ്പിൾ ഓർത്തിരുന്നാലും മതി. റിവറിന്റെ കേസിൽ നമുക്ക് റിവറിന്റെ രണ്ട് അപ്പുറയും ഇപ്പുറയും കാണാം, അക്കരയും ഇക്കരയും കാണാം. പക്ഷെ അതിവിടെ ചെയിൻ ഇടുന്നത് ഒബ്സ്ട്രക്റ്റഡ് ആണ്. അത് ഒരു റിവർ ഒക്കെയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ തോണി ഹെഡ്ജ്. തോണി ഹെഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുള്ളുകൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചെറുതായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ വെട്ടിമാറ്റി പോവും. പക്ഷെ തോണി ഹെഡ്ജ് അങ്ങനത്തെ ഒരു കേസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിലും ചെയിനിങ് അവിടെ പോസിബിൾ അല്ല.
തോണി, ഹെഡ്ജും റിവറൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. റിവർ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് കിട്ടും. ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ് ആണ്, അവിടെ വിഷൻ ഫ്രീ ആണ്. ഇനി തേർഡ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when both chaining and vision obstructed. തേർഡ് കേസ് എന്താണ്? ബോത്ത് ചെയിനിങ് ആൻഡ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ്. ചെയിനിങ്ങും ഒബ്സ്ട്രക്റ്റഡ് ആണ്, വിഷനും ഒബ്സ്ട്രക്റ്റഡ് ആണ്. കാണാനും പാടില്ല, ചെയിനിങ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ ഏതാ? ബിൽഡിങ്. നമുക്കൊരു ബിൽഡിങ് അവിടെ നമ്മൾ സർവേ ചെയ്യുന്ന ഒരു പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് അവിടെ ഇരിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ചെയിനിങ്ങും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു കോർണർ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോർണർ കാണാൻ പറ്റുമോ? വിഷനും ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും. അപ്പൊ ബോത്ത് ചെയിനിങ്ങും വിഷനും ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ബിൽഡിംഗ് ഒക്കെ വരുന്ന കേസ്. അങ്ങനെ മൂന്ന് കേസാണ് വരുന്നത് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ചെയിനിങ്ങില്. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഒബ്സ്ട്രക്ഷൻസ് ഇൻ ചെയിനിങ് പറഞ്ഞു. മൂന്നെണ്ണാണ് പറഞ്ഞത്. ഒന്ന് ചെയിനിങ് ഫ്രീ ആണ്, വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആണ്. ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിഷൻ ആണ് ഫ്രീ, വിഷൻ ഫ്രീ, ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ് ആണ്. തേർഡ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോത്ത് ചെയിനിങ് ആൻഡ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ്. അങ്ങനെ 3 കേസാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏരിയ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ നമുക്ക് ജനറൽ ആയിട്ട് പറയുന്ന കേട്ടോ. ഈവൻ ചെയിൻ സർവേയിങ് അല്ല, ഏതൊരു കേസിലും നമുക്ക് ഏരിയ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ നമുക്ക് ഗ്രാഫിക്കൽ ആയിട്ടും ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്. സെക്കൻഡ് വൺ ഇൻസ്ട്രുമെന്റൽ മെത്തേഡും ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ മെത്തേഡും ഉണ്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയയിൽ 2 മെത്തേഡാണുള്ളത്, ഗ്രാഫിക്കലും ഇൻസ്ട്രുമെന്റലും. അപ്പൊ നമുക്ക് ആദ്യമേ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4 ഫോർമുല യൂസ് ചെയ്താണ്. 4 ഫോർമുല യൂസ് ചെയ്താണ്. അതിൽ ഫസ്റ്റ് 2 ഫോർമുല അത്ര ഇമ്പോർട്ടന്റ് അല്ല, അവസാനത്തെ 2 ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം അറിഞ്ഞിരിക്കുക, അതിന്റെ ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതിന്റെ ഒരു ആ കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് വൺ ആണ് മിഡ് ഓർഡിനേറ്റ് റൂൾ. നമ്മള് ഒരു പ്ലോട്ടിന്റെ എന്തിന്റെ ആണെങ്കിലും ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്ലോട്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മിഡ് ഓർഡിനേറ്റ് റൂൾ. ഫസ്റ്റ് മെത്തേഡ് ആണ്. അപ്പൊ നമ്മുടെ ഏരിയ, ഈ ഒരു ഏരിയ ആണ് നമുക്ക് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ആ ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഒരു സെക്ഷന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഓരോ സെക്ഷനും ഡി ആണ്. ഈ ടോട്ടൽ ഏരിയയുടെ ആ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. നമുക്ക് ആ സർവേ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏരിയ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആ ഒരു പ്ലോട്ടിന്റെ ടോട്ടൽ ലെങ്ത് ആണ് എല്. ഓരോ സെക്ഷനും ഡി ആണ്. അതിന്റെ ആ ഓരോ സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഇനി ഇത് മിഡ് ഓർഡിനേറ്റ് റൂൾ അല്ലേ? അപ്പൊ ഓരോ സെക്ഷന്റെ, ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് സെക്കൻഡ് സെക്ഷൻ, ഇതിങ്ങനെ ഓരോ സെക്ഷൻ, ആ ഓരോ സെക്ഷന്റെയും മിഡ് ഓർഡിനേറ്റ് എടുക്കുക. അതിന് നമ്മൾ H1 H2 അങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ മിഡ് ഓർഡിനേറ്റ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ആ ഏരിയയിലെ മിഡ് ഓർഡിനേറ്റ് റൂളിലെ നമ്മൾ ഓരോ സെക്ഷനെയും മിഡ് ഓർഡിനേറ്റ്സ് വരച്ചേക്കുവാണ്, നടുക്ക് വെച്ച് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ടോട്ടൽ ലെങ്ത് എൽ, ഓരോ സെക്ഷന്റെ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് A ഈക്വൽ ടു
L into ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു h1 പ്ലസ് h2 പ്ലസ് എക്സെട്ര hn ഡിവൈഡഡ് ബൈ n. എന്ന് വെച്ചാൽ ആ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത്, ഡി എന്ന് വെച്ചാൽ h1 h2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഡ് ഓർഡിനേറ്റ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്പർ ഓഫ് സെക്ഷൻസ് ആട്ടോ. ഇങ്ങനത്തെ എത്ര സെക്ഷൻസ് ഉണ്ട് അതാണ് n എന്ന് പറയുന്നത് കേട്ടോ. n നമ്പർ ഓഫ് സെക്ഷൻസ് ആണ്. അപ്പൊ ഈ ഒരു ഫോർമുലയെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഈ L ബൈ n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ടോട്ടൽ ലെങ്തിനെ എത്ര ഡിവിഷൻ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് d കിട്ടും. അപ്പൊ ഈ L ബൈ n നമുക്ക് വേണമെങ്കിൽ d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ d ഇൻറ്റു h1 പ്ലസ് h2 പ്ലസ് എക്സെട്ര hn എന്നും പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂൾ ആണ് മിഡ് ഓർഡിനേറ്റ് റൂള്. നമ്മുടെ ആ സെക്ഷന് നമ്മൾ ഓരോ സെക്ഷനെയും നമ്മൾ മിഡിൽ ഒരു ഓർഡിനേറ്റ് വരച്ച് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു h1 പ്ലസ് h2 പ്ലസ് എക്സെട്ര hn ബൈ n ആണ്. ഈ L ബൈ n ശരിയല്ലേ, ടോട്ടൽ ലെങ്തിനെ നമ്മൾ എത്ര സെക്ഷൻ ഉണ്ടോ അത്രയും സെക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഓരോ സെക്ഷന്റെ ആ ഒരു ലെങ്ത് കിട്ടുന്നത്. അപ്പൊ L ബൈ n നമ്മൾ d എന്ന് എഴുതി, ബാക്കിയുള്ള h1 പ്ലസ് h2 പ്ലസ് h3 പ്ലസ് എക്സെട്ര hn എന്ന് പറയുന്നത് ബാക്കി വരും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് റൂള് അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ്. ഈ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് എൻഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ആവറേജ് എൻഡ് ഓർഡിനേറ്റ് മെത്തേഡ് കേട്ടോ. ആവറേജ് എൻഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ഇതൊന്നുമില്ല, ഇതുപോലെ തന്നെ സെക്ഷൻസ് നമ്മളിങ്ങനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. അവിടെ മിഡ് ഓർഡിനേറ്റ് ഒന്നും എടുക്കുന്നില്ല, ഓരോ ഓർഡിനേറ്റ്സ് ഇങ്ങനെ ഇത് ഓരോ ഓർഡിനേറ്റ്സ് ആയിട്ടാണ്. O4 ON ഇങ്ങനെ ഇടയ്ക്ക് കുറെ സെക്ഷൻസ് ഉണ്ടാവും. O1 to ON ഓർഡിനേറ്റ്സ് ഉണ്ടാവും. ഇതിന്റെയും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓരോ സെക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് D ആണ്. ഈ ഒരു കേസിലുള്ള അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് A equal to L into ഓർഡിനേറ്റ്സിന്റെ സമ്മ് ON O1 പ്ലസ് O2 പ്ലസ് O3 പ്ലസ് എക്സെട്ര ON ഡിവൈഡഡ് ബൈ n പ്ലസ് 1. ഫോർമുല ഓർത്തിരിക്കട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ആവറേജ് എൻഡ് ഓർഡിനേറ്റ് മെത്തേഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മിഡ് ഓർഡിനേറ്റ് ആവറേജ് എൻഡ് ഓർഡിനേറ്റ് ആണ്. അപ്പൊ ഓർഡിനേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഓരോന്നും ഓരോ ഓർഡിനേറ്റ് O1 O2 O3 എക്സെട്ര ON എന്ന് പറഞ്ഞ ഓർഡിനേറ്റ്സ്. ടോട്ടൽ ലെങ്ത് ആണ് L, ഓരോ സെക്ഷൻ D ആണ്. അതിന്റെ ഫോർമുല ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ ആദ്യത്തെ രണ്ട് മെത്തേഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി ലാസ്റ്റത്തെ രണ്ട് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. ആ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് അറിയാവുന്ന ആ ഒരു പേരാണ്, ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് ട്രപ്പിസോയിഡൽ റൂള്. ട്രപ്പിസോയിഡൽ റൂള്. ഈ ട്രപ്പിസോയിഡൽ റൂളില് നമ്മൾ ആ സെക്ഷനെ ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഓർഡിനേറ്റ്സ് നമ്മുടെ ആ സെക്ഷൻ അതിനെ ഓർഡിനേറ്റ്സ് പോലെ തന്നെ ഡിവൈഡ് ചെയ്തേക്കണം. ഇവിടെ D ആണ് ഈ സെക്ഷനിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. ഇവിടുത്തെ ഒരു കേസിലെ ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു D/2 ഇൻറ്റു O1 പ്ലസ് ON. ഫസ്റ്റ് ഓർഡിനേറ്റും എൻഡ് ഓർഡിനേറ്റും. ഓക്കെ, O1 പ്ലസ് ON ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 2 ഇൻറ്റു ബാക്കിയുള്ള എല്ലാ ഓർഡിനേറ്റ്സും O3 പ്ലസ് O4 പ്ലസ് എക്സെട്ര ON മൈനസ് 1 അല്ലേ, ON മൈനസ് 1. അപ്പൊ അതാണ് ട്രപ്പിസോഡൽ റൂള്. തേർഡ് റൂളാണ് നമ്മൾ ട്രപ്പിസോഡൽ ഫോർമുല അല്ലെങ്കിൽ ട്രപ്പിസോഡൽ റൂൾ അനുസരിച്ച് എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. ഓരോ ഓർഡിനേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അവിടെ D/2 ആണ്
ഈ പുറത്തുള്ള ആ ടേം ഓർത്തിരിക്കണം കേട്ടോ. d/2 വെറും d അല്ല, d/2 ഉണ്ട്. പിന്നെ ഫസ്റ്റ് രണ്ട് ഓർഡിനേറ്റ്സിന്റെ ഫസ്റ്റ് ഓർഡിനേറ്റിന്റെയും ലാസ്റ്റ് ഓർഡിനേറ്റിന്റെയും സമ്മേഷൻ പ്ലസ് 2 ഇൻറ്റു അതർ ഓർഡിനേറ്റ്സ്. അങ്ങനെ ഓർത്തിരിക്കാം. ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്, സിംപ്സൺസ് റൂള്. സിംപ്സൺസ് റൂള്. ഈ ഒരു കേസിൽ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ അകത്ത് ഇതുപോലെ തന്നെ സെക്ഷൻ ഡിവൈഡ് ചെയ്തേക്കും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് പരാബോളിക് റൂൾ എന്ന് പറയും. പരാബോളിക് റൂൾ എന്ന് പറയും. നമ്മുടെ ഏരിയ അതിനെ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ബൗണ്ടറി ഫോം ചെയ്തേക്കുന്നത് പരാബോളകളാണ്. അതുകൊണ്ടാണ് അതിന് പരാബോളിക് റൂൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ പരാബോളിക് റൂളിന് ഇതിന് വേറൊരു പേരുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സിംപ്സൺസ് റൂൾ അല്ലെങ്കിൽ പരാബോളിക് റൂള്. ഇതിന് നമ്മൾ O1, O2, O3, O4, O5 ഓർ OA ഇടയ്ക്ക് കുറെ ഓർഡിനേറ്റ്സ് ഉണ്ട്, അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. അപ്പൊ ഈ ഒരു കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇവിടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഇങ്ങനത്തെ നമ്മൾ റഫായിട്ട് വരച്ചേക്കണതാണ്. അല്ലാതെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓഡായിരിക്കും. 5, 7, 9 അങ്ങനത്തെ ഓഡ് നമ്പർ ആണ് വരുള്ളൂ ഓർഡിനേറ്റ്സിന്റെ എണ്ണം. ഇവിടെ ON കൊടുക്കണ്ട, O5 5 ഓർഡിനേറ്റ്സ്. അത് ഇതുപോലത്തെ ഓഡ് നമ്പർ ഉള്ള ഓർഡിനേറ്റ്സ് ആണ് വരുള്ളൂ. നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡാണ്. അപ്പൊ OO അങ്ങനെ ഓർത്തിരുന്നത് മതി. ഓർഡിനേറ്റ്സ് ഓഡാണ്, പക്ഷെ നമ്പർ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് ഇവൻ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡാണ്, നമ്പർ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് ഈവൻ ആണ്. അതിന്റെ ആ ഫോർമുല, ഏരിയ കാൽക്കുലേറ്റ് ഉള്ള ഫോർമുല d/3 ഇൻറ്റു, നമ്മൾ ആദ്യം എപ്പിസോഡിൽ നടന്നു d/2 ആയിരുന്നു. ഇവിടെ d/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് O1 പ്ലസ് ON പ്ലസ് 2 ഇൻറ്റു ഓഡ് ഓർഡിനേറ്റ്സ് two into odd ordinates plus 4 into even ordinates. മാറിപ്പോകരുത് കേട്ടോ. 2 into odd ordinates ആണ്, 4 into even ordinates ആണ്. അപ്പൊ ഇനി ഓഡ് ഓർഡിനേറ്റ്സും ഈവൻ ഓർഡിനേറ്റ്സും എടുക്കുമ്പോൾ നമ്മൾ ഈ O1 അതുപോലെ ലാസ്റ്റത്തുള്ള ON ഓർഡിനേറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഓൾറെഡി എടുത്തുപോയി. അപ്പൊ സിംപ്സൺസ് റൂൾ അല്ലെങ്കിൽ പരാബോളിക് റൂൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് ഓഡാണ്, നമ്പർ ഓഫ് ഏരിയാസ് ഈവൻ ആണ്. ഓ അങ്ങനെ കമ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതിന്റെ ഫോർമുല ഓർത്തിരിക്കണം, d/3 ഇൻറ്റു O1 പ്ലസ് ON പ്ലസ് 2 ഇൻറ്റു ഓഡ് ഓർഡിനേറ്റ്സ് പ്ലസ് 4 ഇൻറ്റു ഈവൻ ഓർഡിനേറ്റ്സ്. അപ്പം ഈ 2 ഇൻറ്റു നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നത് ഇവിടെ 2 ആണോ 4 ആണോ, ഓഡ് ഓർഡിനേറ്റ്സിന്റെ കൂടെ 2 ആണോ 4 ആണോ വരുന്നത് ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അത് മാറിപ്പോകാതെ പഠിക്കണം. 2 ഇൻറ്റു ഓഡ് ഓർഡിനേറ്റ്സ് ആണ്, 4 ഇൻറ്റു ഈവൻ ഓർഡിനേറ്റ്സ് ആണ്. പിന്നെ ഇതാണ് ചോദിക്കാറ്. പിന്നെ പരാബോളിക് റൂൾ ആണ് ഇതിന്റെ വേറൊരു പേര്. അത് വരാൻ കാരണം ഈ ഫോം ചെയ്യുന്ന ബൗണ്ടറീസ് എന്ന് പറയുന്നത് പരാബോളിക് ആർക്കാണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലാസ് ഉണ്ട്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഏരിയ കാൽക്കുലേഷൻ ആണ്. ഇനി അടുത്താണ് വോളിയം കാൽക്കുലേഷൻ. വോളിയം കാൽക്കുലേഷനിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ 2 ഫോർമുലാസ് തന്നെയാണ് പറയുന്നത്. അത് വോളിയത്തിന്റെ ബേസിലാണെന്ന് മാത്രമേ ഉള്ളൂ, വോളിയം കാൽക്കുലേഷൻ. അപ്പൊ വോളിയം കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫോർമുല എന്ന് പറയുന്നത് സിംപ്സൺസ് റൂളും ട്രപ്പിസോഡൽ റൂളും തന്നെയാണ്. അപ്പൊ വോളിയത്തിന്റെ കേസിൽ വരുമ്പോൾ നമ്മുടെ ട്രപ്പിസോഡൽ റൂളിന്റെ പേര് ട്രപ്പിസോഡൽ റൂൾ എന്ന് തന്നെയാണ് കേട്ടോ. ട്രപ്പിസോഡൽ റൂൾ ആണ് വോളിയം കാൽക്കുലേഷനിൽ. നമ്മുടെ സിംപ്സൺസ് റൂളിന്റെ പേരൊന്ന് മാറും, പക്ഷെ ഇക്വേഷൻ ഒന്നും മാറത്തില്ല. ഓർഡിനേറ്റ്സ് ഏരിയ ആവുന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ പറയാം, നമ്മുടെ സിംപ്സൺസ് റൂളിന്റെ പേരൊന്ന് മാറി പ്രിസ്മോയിഡൽ ഫോർമുല അല്ലെങ്കിൽ പ്രിസ്മോയിഡൽ റൂൾ എന്നാവും. അപ്പൊ പ്രിസ്മോയിഡൽ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്സൺസ് റൂൾ തന്നെയാണ്. അത് വോളിയം കാൽക്കുലേഷനിൽ വരുമ്പോൾ പ്രിസ്മോയിഡൽ എന്നാണ് പറയുന്നത്.
ഓർത്തിരിക്കുക, വോളിയം കാൽക്കുലേഷന് രണ്ട് ഫോർമുലയാണ് ഉള്ളത്, ട്രപ്പിസോയിഡലും സിംസൺസിന്റെ പേര് മാറ്റി പ്രിസ്മോയിഡലും ആയി. ഇനി നമ്മുടെ ട്രപ്പിസോഡൽ റൂള് നമ്മൾ പറഞ്ഞ നമ്മുടെ ട്രപ്പിസോഡിന്റെ ഏരിയ കാൽക്കുലേഷൻ പറഞ്ഞില്ലേ, അതേ ഫോർമുല തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി വരുമ്പോ വോളിയം ആവുമ്പോ d/2, നമ്മൾ ഓർഡിനേറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞേ, O1 + ON ആയിരുന്നു. ഇവിടെ A1 ഓർഡിനേറ്റ്സ് അല്ല, ഏരിയ ആവും. A1 + AN + 2 ഇൻറ്റു ബാക്കിയുള്ള ഏരിയയുടെ ടേംസ് വരും, A2 + A3 + എക്സെട്ര AN-1. ഇതാണ് നമ്മുടെ പ്രിസ്മോഡൽ ഫോർമുലയിൽ, പ്രിസ്മോഡൽ ഫോർമുല അല്ല, നമ്മുടെ ട്രപ്പിസോഡൽ ആട്ടോ, ട്രപ്പിസോഡൽ റൂളിൽ വരുന്നത്. അത് ഒരെണ്ണം പഠിച്ചാൽ മതി. നമ്മൾ ഏരിയ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്ന ട്രപ്പിസോഡൽ റൂളില് ഓർഡിനേറ്റ്സ് മാറ്റി അവിടെ ഏരിയ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് ഡിഫറൻസ് ഉള്ളൂ. ഇനി നമ്മുടെ പ്രിസ്മോയിഡൽ എങ്ങനെയാണ്? പ്രിസ്മോയിഡൽ നമ്മുടെ സിംസൺസിന്റെ അതേ ഫോർമുല, അവിടെ ഡിഫറൻസ് വരുന്നത് ഓർഡിനേറ്റ്സ് മാറി ഏരിയ ആവും. A1 + AN + 2 ഇൻറ്റു ഓഡ് ഏരിയാസ് plus 4 ഇൻറ്റു ഈവൻ ഏരിയാസ്. ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഓർഡിനേറ്റ്സ് മാറി ജസ്റ്റ് ഏരിയ ആയെന്നുള്ളൂ. ഇനി പ്രിസ്മോഡൽ റൂളിൽ വരുമ്പോ ഇവിടെ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് അല്ല ഓഡ്, ഇവിടെ ഓർഡിനേറ്റ്സ് മാറി എന്തായത്, ഏരിയ. അപ്പൊ ഇവിടുത്തെ ഓഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഏരിയാസ് ഓടും, നമ്പർ ഓഫ് വോളിയം ആണ് ഇവിടെ ഇവൻ. അപ്പൊ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നമ്മുടെ ഇവിടെ ഓർഡിനേറ്റ്സ് മാറി ഏരിയ ആയി. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഓർഡിനേറ്റ്സ് മാറി ഏരിയ ആണ് ഓഡ് എന്ന് പറയുന്നത്, വോളിയം ആണ് ഇവിടെ ഇവൻ വരുന്നത്. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വോളിയം കാൽക്കുലേഷനും ഏരിയ കാൽക്കുലേഷനും കഴിഞ്ഞു. ഇനി ഒരു ടേം ഉള്ളത് പ്രിസ്മോയിഡൽ കറക്ഷൻ എന്ന് പറഞ്ഞ ടേമാണ്. അപ്പൊ നമ്മളൊരു ഒരു ലാൻഡിന്റെ സെയിം പ്ലോട്ടിന്റെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഡിഫറെന്റ് ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളോട് ഇപ്പൊ എയുടെ ലെവലിലൊക്കെ ഇതിനൊക്കെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോ നിങ്ങളോട് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയും. ഒന്നെങ്കിൽ ട്രപ്പിസോഡിലാണോ പ്രിസ്മോയിഡലാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓരോ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആൻസർ എന്ന് പറയുന്നത് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പൊ പ്രിസ്മോയിഡൽ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രപ്പിസോഡൽ റൂള് ഉപയോഗിച്ചും പ്രിസ്മോയിഡൽ റൂൾ ഉപയോഗിച്ചും ഒരു വോളിയം കിട്ടി. അപ്പൊ അതിന്റെ ഡിഫറൻസ് വോളിയം ഒബ്റ്റെയിൻഡ് ഇൻ പ്രിസ്മോയിഡൽ മെത്തേഡ്, ആ പ്രിസ്മോയിഡൽ റൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോളിയത്തിന്റെയും അതുപോലെ തന്നെ വോളിയം ഒബ്റ്റെയിൻഡ് ഇൻ ട്രപ്പിസോയിഡൽ മെത്തേഡ്, ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് വോളിയം ആയിരിക്കും കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രിസ്മോയിഡൽ കറക്ഷൻ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് വോളിയം കാൽക്കുലേറ്റ് രണ്ട് മെത്തേഡ് ഉണ്ട്. ആ രണ്ട് മെത്തേഡ് വെച്ച് രണ്ട് വോളിയാണ് കിട്ടുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രിസ്മോയിഡൽ കറക്ഷൻ എന്ന് പറയുന്നത്. നമ്മള് ഏരിയയും വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് പറഞ്ഞു, ആ നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്. ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താണ് നമ്മൾ ഒരു പ്ലോട്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഏരിയ. കുറെ ഓപ്ഷൻസിൽ അഗ്നി ലെവലോ ക്ലിനോമീറ്ററോ പ്ലാനിമീറ്ററോ അങ്ങനെ ക്ലിനോഗ്രാഫ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ പ്ലാനിമീറ്റർ ആണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്ലോട്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് പ്ലാനിമീറ്റർ എന്ന് പറയുന്നത്.
ഈ പ്ലാനിമീറ്ററിൽ ഒരു വീൽ ഉണ്ടാവും. ആ വീലിനോട് അറ്റാച്ച് ചെയ്തൊരു ഡയൽ ഉണ്ടാവും. ഇത് വീൽ ഉണ്ടാവും. ആ വീലിനോട് അറ്റാച്ച് ചെയ്തൊരു ഡയൽ ഉണ്ടാവും. ആ ഡയലില് ഡിവിഷൻസ് ഉണ്ട്. അതെ, ആ ഡയലില് എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡയലാട്ടോ. ഈ ഡയലില് 100 നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് ഉള്ളത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ പ്ലാനിമീറ്ററിന് ഒരു ആങ്കർ ആമും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ട്രേസിംഗ് ആമും ഉണ്ട്. ആങ്കർ ആമും ഉണ്ട്, ട്രേസിംഗ് ആമും ഉണ്ട്. ഈ ആങ്കർ ആം ആയിരിക്കും ഈ ഒരു കേസിൽ ഫിക്സഡ് ആയിട്ടുള്ളത്. ട്രേസിംഗ് ആം ഫിക്സഡ് ആയിരിക്കില്ല, അത് റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമായിരിക്കും. ഇതിന്റെ വർക്കിംഗ് ഒന്നും നമുക്ക് നോക്കണ്ട കേട്ടോ. അപ്പൊ പ്ലാനിമീറ്റർ എന്തിനാന്ന് ഓർത്തിരിക്കുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ അതിന്റെ വീലിനോട് അറ്റാച്ച് ചെയ്തൊരു ഡയൽ ഉണ്ട്. അപ്പൊ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഡയലിംഗ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡയലില് നമുക്ക് 100 ആയിട്ടാണ് അതിന്റെ അകത്തുള്ള ഡിവിഷൻസ്. 100 എന്ന് വെച്ചാൽ 100 ഡിവിഷൻ ആണ് ഉള്ളത് ഈ ഡയലില്. പിന്നെ ഫിക്സഡ് ആയിട്ട് ഒരു ആംഗ്രാമും ഉണ്ട്, ഒരു ട്രേസിംഗ് ആമും ഉണ്ട്. ഈ ആംഗ്രാമിന്റെ ടിപ്പിൽ ഒരു ആങ്കർ പോയിന്റും ഉണ്ട്. ഇവിടെ ഒരു ട്രേസിംഗ് പോയിന്റും ഉണ്ട് കേട്ടോ. ട്രേസിംഗ് പോയിന്റും ഉണ്ട്. അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ളത് ഏത് ആമാന്ന് അറിഞ്ഞിരിക്കുക, ആംഗ്രാം ആണ്. പിന്നെ സീറോ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ടേം ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സീറോ സർക്കിൾ എന്ന് പറയുന്നത് ഈ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് ചോദിക്കാറ്. ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് സീറോ സർക്കിൾ? അപ്പൊ പ്ലാനിമീറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്താന്ന് ഓർത്തിരിക്കുക കേട്ടോ. സീറോ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ടേം. ഈ രണ്ട് മെത്തേഡാണുള്ളത്, ഗ്രാഫിക്കലും ഇൻസ്ട്രുമെന്റലും. ഏരിയയും വോളിയം കാൽക്കുലേറ്റ്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയും നമ്മൾ പറഞ്ഞു. ഇനി അത് നമ്മുടെ എസ്റ്റിമേഷന്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഒരു ട്രപ്പിസോഡൽ സെക്ഷന്റെ വോളിയം അല്ലെങ്കിൽ ഒരു ട്രപ്പിസോഡൽ സെക്ഷന്റെ ഏരിയ ചോദിക്കാറുണ്ട്. ഇതൊരു ട്രപ്പിസോഡൽ സെക്ഷൻ ആണ്. അപ്പൊ നമ്മള് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ട്രപ്പിസോഡ് നമ്മുടെ ഒരു ഇങ്ങനെ ഹീപ്പായിട്ട് എന്താ പറയാ മിറ്റിലൊക്കെ കൂട്ടിയിട്ടേക്കുന്ന അങ്ങനത്തെ ഒരു സെക്ഷൻ മനസ്സിൽ ഉദ്ദേശിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ട്രപ്പിസോഡൽ സെക്ഷൻ ആണ്. നമ്മുടെ ട്രപ്പിസോഡൽ സെക്ഷന് ഇതിന്റെ ആ ബേസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. ഈ ഡെപ്ത് ഡി ആണ്. ഈ ഒരു സ്ലോപ്പ് n/1 ആണ്. ഇങ്ങനത്തെ ഒരു ട്രപ്പിസോഡൽ സെക്ഷൻ ആണെങ്കിൽ ആ ട്രപ്പിസോഡൽ സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി അല്ലെങ്കിൽ ബി ഡി പ്ലസ് എൻ ഡി സ്ക്വയർ. ഈ ഫോർമുല സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ട്രപ്പിസോഡൽ സെക്ഷന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ബി ഡി പ്ലസ് എൻ ഡി സ്ക്വയർ. ആ n/1 എന്ന് പറയുന്നത് ആ സ്ലോപ്പ് ആണ്, ബി എന്ന് പറയുന്നത് ആ ബോട്ടം വിഡ്ത്ത്, ഡി എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റ്. അപ്പൊ ബി ഡി പ്ലസ് എൻ ഡി സ്ക്വയർ ആണ് ഒരു ട്രപ്പിസോഡൽ സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ എസ്റ്റിമേഷനിൽ എന്തെങ്കിലും കുറച്ചും കൂടി ഇതൊന്നുകൊണ്ട് പഠിക്കുമായിരിക്കും, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ ഒരു സെക്ഷനിലുള്ള ഒരു ടോപ്പിക് ആണ് മാസ് ഹോൾ ഡയഗ്രം എന്ന് പറയുന്നത്. മാസ് ഹോൾ ഡയഗ്രം ഈ ഒരു പോർഷൻ കൂടെ ഉണ്ട്. മാസ് ഹോൾ ഡയഗ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതൊരു ലാൻഡ്, ആ ലാൻഡിൽ കുറച്ച് മണ്ണ് ഇവിടെ പൊങ്ങിയിരിക്കുക. അപ്പൊ ഈ മണ്ണിനെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻ. ആയിട്ട് ചിലപ്പോ ആ ഒരു സോയിലിന് നമുക്ക് ഈ ഒരു കുഴിയില് ഈ ഒരു എക്സ്കവേറ്റ് ചെയ്ത് ആ ഒരു പാർട്ടി കൊണ്ട് ഫില്ല് ചെയ്യേണ്ട ഒരു കേസൊക്കെ വരും. അങ്ങനത്തെ ഒരു കേസ് വന്നു നോക്കാം. അപ്പൊ ഈ കട്ട് ചെയ്യുന്ന ആ ഒരു അതിന്റെ നമ്മൾ എർത്ത് വർക്ക് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കില്ലേ, ആ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ ആ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മാസ് ഹോൾ ഡയഗ്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് അറിഞ്ഞിരിക്കുക, മാസ് ഹോൾ ഡയഗ്രം ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പൊ ഈ കട്ട് ചെയ്തെടുത്ത ആ വോളിയം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മാസ് ഹോൾ ഡയഗ്രം യൂസ് ചെയ്യുന്നത്. ഇനി മാസ് ഹോൾ ഡയഗ്രത്തില് ബാലൻസിങ് ഡെപ്ത് എന്നും അതുപോലെ വേസ്റ്റ് ഓർ സ്പോയിൽ എന്ന് പറഞ്ഞ രണ്ട് ടേം ഉണ്ട്.
അപ്പൊ ബാലൻസിങ് ഡെപ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ കട്ടിംഗ് ആണ്. ഈ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ഫില്ലിംഗ് ആണ്. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്ന കുഴി കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുവാണ്. അപ്പൊ ഈ കട്ട് ചെയ്തെടുത്തത് എത്രമാത്രം കട്ട് ചെയ്തെടുത്തോ ആ കംപ്ലീറ്റ് വോളിയം സോയിലും നമുക്ക് ഈ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്തെങ്കിൽ അതിനെയാണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുന്നത്. എന്താണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയും. ഓക്കെ, if the whole excavated soil is used for filling this pit, then it is called balancing depth. നമ്മൾ ഇറിഗേഷനിൽ ജസ്റ്റ് പഠിക്കുന്നുണ്ട്, കനാലിന്റെ കേസ് പഠിക്കുമ്പോൾ. അപ്പൊ ബാലൻസിങ് ഡെപ്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഹോൾ എക്സ്കവേറ്റ് ചെയ്തെടുത്ത കട്ടിങ്ങിൽ എക്സ്കവേറ്റ് ചെയ്തെടുത്ത സോയിൽ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേസ്റ്റ് അല്ലെങ്കിൽ സ്പോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്ത സോയിൽ മുഴുവൻ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ആവശ്യമില്ല, അവിടെ കുറച്ച് വേസ്റ്റ് ആയിട്ട് വരുവാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ സ്പോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കട്ട് ചെയ്തെടുത്ത മൊത്തം എമൗണ്ട് സോയിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ട, കുറെ വേസ്റ്റ് ആയി പോയി. അതിനെയാണ് നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ സ്പോയിൽ എന്ന് പറയുന്നത്. രണ്ട് ടേം ഓർത്തിരിക്കുക കേട്ടോ, ഈസി അല്ലേ? അപ്പൊ മാസ് ഫ്ലോ ഡയഗ്രാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് എക്സ്കവേറ്റഡ് എർത്ത്. കട്ടിങ്ങും ഫില്ലിങ്ങിലും കട്ടിങ് ചെയ്തെടുത്ത സോയിൽ മുഴുവൻ ഈ ഫില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയും. ഇത് മുഴുവൻ യൂസ് ചെയ്തില്ലെങ്കിൽ അവിടെ വേസ്റ്റ് ആവുന്നതാണ് വേസ്റ്റ് അല്ലെങ്കിൽ സ്പോയിൽ എന്ന് പറയുന്നത്. വേസ്റ്റ് സ്പോയിൽ മനസ്സിലായില്ലേ? നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തപ്പോ 10 m³ കിട്ടി. പക്ഷെ നമുക്ക് 10 m³ ആവശ്യം വന്നില്ല. ഇവിടെ ഫില്ല് ചെയ്യാൻ 9 m³ ആണ് ഫില്ലിങ്ങിന് ആവശ്യം വന്നുള്ളൂ. അപ്പൊ അവിടെ ബാലൻസ് 1 m³ വന്നില്ലേ? അതാണ് അവിടുത്തെ സ്പോയിൽ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ അല്ലെ? അടുത്തൊരു ടേമാണ് ഹോൾ ഡിസ്റ്റൻസ്. ഹോൾ ഡിസ്റ്റൻസ്. ഹോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു, ഇത് കട്ടിങ് ചെയ്ത് ഫില്ലിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ ആ കട്ട് ചെയ്യുന്ന ആ ഫേസിൽ നിന്ന് ആ ഫില്ല് ചെയ്യുന്ന ഫേസിങ്ങിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കട്ട് ചെയ്തെടുത്തതിനെ നമ്മൾ എത്രമാത്രം നീക്കൊണ്ട് പോകണം, അതാണ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വർക്കിംഗ് ഫേസ് ഓഫ് എക്സ്കവേഷൻ ടു ദാറ്റ് ഓഫ് ഫില്ലിംഗ്. എക്സ്കവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. കട്ട് ചെയ്ത് എടുത്ത എന്തോരാണോ അവിടെ തൊട്ട് അതിന്റെ ആ വർക്കിംഗ് ഫേസ് തൊട്ട് നമ്മുടെ ഫില്ല് ചെയ്തെടുത്ത ആ ഫേസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് ആവറേജ് ഹോൾ ഡിസ്റ്റൻസ്. ആവറേജ് ഹോൾ ഡിസ്റ്റൻസ് അതൊന്നുമില്ല, ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളൊരു ടേം അഡീഷണൽ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് നമ്മുടെ കട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആവറേജ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ആവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ഫില്ലിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സിംപ്ലി അതിന്റെ വർക്കിംഗ് ഫേസ്, കട്ടിങ്ങിന്റെ വർക്കിംഗ് ഫേസ് മുതൽ നമ്മുടെ ഫില്ലിങ്ങിന്റെ വർക്കിംഗ് ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ഇനി ഹോൾ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഈച്ച് ലോഡ് ബൈ ഇറ്റ്സ് ഹോൾ ഡിസ്റ്റൻസ്. നമ്മള് ആ കട്ട് ചെയ്തതിന്റെ വോളിയം ഇല്ലേ, നമ്മളിവിടെ കട്ട് ചെയ്തതിന്റെ ആ വോളിയം ഇൻറ്റു ആ ഹോൾ നീക്കിക്കൊണ്ടുപോയ ആ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. അതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. സിംപ്ലി ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു എക്സ്കവേഷന്റെ ആ ഒരു വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ആ നമ്മുടെ ഹോൾ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ നീക്കിക്കൊണ്ടുപോയ ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഫ്രീ ഹോളും ഉണ്ട്, ഓവർ ഹോളും ഉണ്ട്. ഫ്രീ ഹോളും ഉണ്ട്, ഓവർ ഹോളും ഉണ്ട്. അപ്പൊ ഫ്രീ ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ കട്ടിങ് ചെയ്ത് എടുത്തതിന്റെ തൊട്ടടുത്താണ്, അല്ലെങ്കിൽ ഒരുപാട് ദൂരമൊന്നും ഇല്ല നമുക്ക് ഈ ഫില്ലിങ് ചെയ്യാനുള്ള ആ ഒരു സ്പോട്ടെങ്കിൽ നമുക്ക് അതിന് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോയി അവിടെ കൊണ്ട് ഇട്ടാൽ മതി. അപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു
ഡിസ്റ്റൻസ് വരെ. ഇപ്പൊ ഒരു ചില കേസിൽ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഈ കട്ട് ചെയ്ത മണ്ണിനെ ഈ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെങ്കിൽ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 കിലോമീറ്റർ എന്ന്. അപ്പൊ ഒരു സേർട്ടൻ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെയ്ഡ് ആണ്. നമ്മൾ എത്ര ഈ മണ്ണ് കൊണ്ടുപോകണമെങ്കിൽ അത് പേയ്മെന്റ് കൊടുത്ത ശേഷമാണ് നമുക്ക് അവിടെ നീക്കിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ, കട്ട് ചെയ്തെടുത്ത് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്രീ ഹോൾ എന്ന് വെച്ചാൽ ഫ്രീ ആണ്. ആ നീക്കിക്കൊണ്ട് പോകുന്നത് ഹോൾ എന്ന് വെച്ചാൽ എന്താ, നീക്കിക്കൊണ്ട് പോകുന്ന ഒരു ഇതല്ലേ. അപ്പൊ ആ ഹോൾ ഫ്രീ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ പേയ്മെന്റ് ഒന്നും എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വേണ്ട. അതാണെങ്കിൽ ഫ്രീ ഹോൾ. ഓവർ ഹോൾ മീൻസ് നമുക്ക് ഓരോ പിന്നെ ഒരു സേർട്ടൻ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഓരോ ഡിസ്റ്റൻസിനും നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഓവർ ഹോൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയിനിന്റെ കേസില് ചെയിനിങ് പറഞ്ഞപ്പോ നമ്മൾ എററും കൂടി നോക്കണം. ചെയിനിങ്ങിന്റെ എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ മെട്രിക് ചെയിൻ ഒക്കെ പറഞ്ഞില്ലേ, ആ ചെയിനിന്റെ ആക്യുറസി അല്ലെങ്കിൽ എററിനുള്ള ഒരു ലിമിറ്റ് ഉണ്ട് ഓരോ ഏരിയനെ അനുസരിച്ച്. ആക്യുറസി ഓഫ് ചെയിൻ അല്ലെങ്കിൽ ലിമിറ്റ്സ് ഇൻ എറർ ഇൻ ചെയിനിങ് എന്ന് പറയുന്നത് അത് ആ ഗ്രൗണ്ട് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഫോർ ഓർഡിനറി മെഷർമെന്റ്സിനാണെങ്കിൽ അവിടെ പെർമിസിബിൾ ആയിട്ടുള്ളത് 1 in 2000 1 ആ ഒരു രീതിയിലാണ് അവിടെ പെർമിസിബിൾ ആയിട്ടുള്ള എറർ അല്ലെങ്കിൽ ആ ചെയിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ഓർഡിനറി മെഷർമെന്റ് യൂസിങ് സ്റ്റീൽ ബാൻഡ്, ഫ്ലാറ്റ് ഗ്രൗണ്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അങ്ങനെ ഒരു കണ്ടീഷനിൽ 1 in 2000 ആണ് അവിടുത്തെ ചെയിനിന്റെ ആക്യുറസി എന്ന് വരുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ഓർഡിനറി മെഷർമെന്റ് തന്നെയാണ് യൂസിങ് സർട്ടിഫൈഡ് ചെയിൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയിൻ, ഫെയർ ലെവൽ ഗ്രൗണ്ട് വിത്ത് റീസണബിൾ കേസ്. ഫസ്റ്റ് അറ്റ്മോസ്റ്റ് കേസ് ആയിരുന്നു. ഈ ഒരു കണ്ടീഷൻ തന്നെ ഇവിടെ റീസണബിൾ കേസ് ആണ്. അങ്ങനെ തന്നെ തരും കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ വരും. റീസണബിൾ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അവിടെ പെർമിസിബിൾ ആയിട്ടുള്ളത് എററിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 in 1000 ആണ്. ഇതിന്റെ നേരെ ഹാഫ് ആണ്, 1 in 1000 ആണ്. ഇനി അടുത്ത കേസ് അണ്ടർ ആവറേജ് ഒരു ഓർഡിനറി കണ്ടീഷൻ. ഒരു ആവറേജ് കണ്ടീഷനിലാണെങ്കിൽ ആവറേജ് ഓർ ഓർഡിനറി കണ്ടീഷൻ ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും 1 in 500. അടുത്ത കണ്ടീഷൻ ഹില്ലി ഏരിയാസിലാണെങ്കിൽ 1 in 250. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പ. ഈ കണ്ടീഷൻസ് ഓർത്തുന്നത് 1 in 2000, അതിന്റെ ഹാഫ് 1 in 1000, അതിന്റെ ഹാഫ് 1 in 500, അതിന്റെ ഹാഫ് 1 in 250. ഓരോ കണ്ടീഷൻസ് ഓർത്തിരിക്കുക. ആദ്യത്തെ ഓർഡിനറി കണ്ടീഷൻ ആണ്, ഗ്രൗണ്ട് ഫ്ലാറ്റ് ഒക്കെയാണ്, അറ്റ്മോസ്റ്റ് കെയർ ആണ്. ഇവിടെ സെയിം കണ്ടീഷൻ വിത്ത് റീസണബിൾ കെയർ, പിന്നെ സർട്ടിഫൈഡ് ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അണ്ടർ ആവറേജ് അല്ലെങ്കിൽ ഓർഡിനറി കണ്ടീഷൻ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസ്. അവിടെ 1 in 250 ആണ് പെർമിസിബിൾ ആയിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ചെയിനിങ്ങിന്റെ ഓൾമോസ്റ്റ് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ടേപ്പിന്റെ കറക്ഷൻ, അത് നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ പറയാം കേട്ടോ. നമുക്ക് പ്ലെയിൻ ടേബിളിൽ കുറച്ച് നോക്കാം. പ്ലെയിൻ ടേബിൾ കുറച്ചേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ മതി. പ്ലെയിൻ ടേബിൾ, അടുത്താണ് പ്ലെയിൻ ടേബിൾ സർവേ. നമ്മള് ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് സർവേ നമ്മൾ പറയുന്നത് ചെയിൻ സർവേയിങ് ആണ്. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സർവേയിങ് ആണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. അപ്പൊ പ്ലെയിൻ ടേബിൾ ചെയിൻ സർവേയിങ്ങിന്റെ എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി എല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളും ഉള്ളൂ, പിന്നെ മനസ്സിലാക്കിയിരിക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അടുത്ത് നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിങ്
നോക്കാം കേട്ടോ. പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അനുസരിച്ച് തന്നെയാണ് അവിടെയും പേര് വന്നേക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? പ്ലെയിൻ ടേബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പ്ലെയിൻ ടേബിൾ ആണ്. അപ്പൊ ഈ പ്ലെയിൻ ടേബിൾ സർവേയിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ കോമ്പസ് സർവേയും ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് കോമ്പസ് സർവേയിങ്. അപ്പൊ കോമ്പസ് സർവേയിങ്ങും നമ്മളിപ്പോ പഠിച്ച ചെയിൻ സർവേയിങ്ങും ചില പ്ലോട്ട്സിൽ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. പ്ലെയിൻ ടേബിൾ സർവേ എവിടെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? അപ്പൊ കോമ്പസ് സർവേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്, ഈ കോമ്പസ് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അവിടെ മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പസ് വെച്ച് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്യാം. അപ്പൊ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ്ഡ് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കേസിൽ നമുക്ക് കോമ്പസ് സർവേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ടേബിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെയിൻ സർവേ നമ്മൾ പറഞ്ഞു ഫെയർലി ലെവൽ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ, അതുപോലെ തന്നെ സ്മോൾ എക്സ്റ്റെന്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലെവൽ അല്ല ഗ്രൗണ്ട്, ഹില്ലി റീജിയൻ ആണ്. ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്യാം. അപ്പൊ ചെയിൻ സർവേയിങ്ങും നമ്മുടെ കോമ്പസ് സർവേയിങ്ങും പറ്റില്ലാത്ത ഏരിയാസ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിന്റെ ഒരു മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഏതൊരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട്, നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസ് കാൽക്കുലേഷന്റെ ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ചെയിൻ സർവേയിങ്ങിലൊക്കെ ആണെങ്കിൽ ആ ചെയിനേജ് ഒക്കെ മെഷർ ചെയ്ത് എടുക്കുള്ളൂ. ഓഫ്സെറ്റ്സ് ഒക്കെ മെഷർ ചെയ്യും, ചെയിനേജ് ഒക്കെ മെഷർ ചെയ്യും, ജസ്റ്റ് നമ്മൾ റഫായിട്ട് പ്ലോട്ട് ചെയ്തൊക്കെ വെക്കും. നമ്മുടെ ഫീൽഡ് ബുക്കിലൊക്കെ ആ ഒരു മെഷർമെന്റ്സ് എൻ്റർ ചെയ്ത് വെക്കുള്ളൂ. അതിന്റെ കാൽക്കുലേഷൻ, ആ ഏരിയ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ കുത്തിയിരുന്ന് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ ആ ഫീൽഡിൽ ഇരുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ പ്ലെയിൻ ടേബിളിന്റെ കേസിൽ അങ്ങനെയല്ല. ഈ പ്ലോട്ടിങ്ങിന്റെ ഒപ്പം ഓഫീസ് വർക്കും അതിന്റെ സൈമിൾട്ടേനിയസിലായിട്ട് നടന്നു പോകും. ഓഫീസ് വർക്ക് പ്ലസ് പ്ലോട്ടിങ് സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നു പോകും പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിന്റെ കേസിൽ. ഓക്കെ, അതാണ് അതിന്റെ മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ആക്യുറസി വളരെ കുറവാണ്. ലെസ് ആക്യുറേറ്റ് ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ട്രിപ്പോർഡും വലിയ പ്ലെയിൻ ടേബിളും പിന്നെ അലിഡേഡിന്റെ ഒരു പെട്ടി, ഇതെല്ലാം കൂടെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ ക്യാരിയിങ് ഡിഫിക്കൽട്ട് ആണ്. പ്ലെയിൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം അറിയാം അല്ലെ. മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ലെവലായിട്ടുള്ള ഗ്രൗണ്ടിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മള് പ്ലെയിൻ ടേബിൾ നമുക്ക് ഈ ചെയിൻ സർവേയിങ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഹില്ലി ഏരിയാസിലും യൂസ് ചെയ്യാം. പിന്നെ ഓഫീസ് വർക്കും പ്ലോട്ടിങ്ങും സൈമിൾട്ടേനിയസിലായിട്ട് ഈ ഒരു കേസിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആക്യുറസി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റെയിൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്ത് ഓടാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു പ്ലോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ മഴയൊക്കെ ആണെങ്കിൽ നനഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിന് മഴയൊക്കെ നനയാതെ നമ്മൾക്ക് ഡ്രോയിങ് ഷീറ്റ് ഒക്കെ അതിന് വേറൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അങ്ങനത്തെ ക്യാരിങ് ഭയങ്കര ഡിഫിക്കൽട്ടി ആണെന്ന് പറയാം പ്ലെയിൻ ടേബിള്. ഇനി ഇതിന്റെ പ്രിൻസിപ്പിള്, നമ്മൾ ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? ട്രയാങ്കുലേഷൻ ആയിരുന്നു ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ. നമ്മുടെ പ്ലെയിൻ ടേബിളിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാരലലിസം ആണ്. പാരലലിസം അല്ലെങ്കിൽ ഓറിയന്റേഷൻ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓറിയന്റേഷൻ, പാരലലിസം മീൻസ് ഓറിയന്റേഷൻ തന്നെയാണ്. അപ്പൊ ഓറിയന്റേഷൻ അല്ലെങ്കിൽ പാരലലിസം ആണ് നമ്മുടെ പ്ലെയിൻ ടേബിളിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആ. പ്രിൻസിപ്പിള് ഓറിയന്റേഷൻ അല്ലെങ്കിൽ പാരലലിസം ആണ്. പിന്നെ ഇതിന്റെ ആക്യുറസി കുറവാണെങ്കിലും വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പ്ലെയിൻ ടേബിളിംഗ് കേട്ടോ. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. പ്ലെയിൻ ടേബിൾ പ്ലെയിൻ ടേബിൾ സർവേയും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ടേബിള്. ആ പ്ലെയിൻ ടേബിള് അല്ലേ, നമുക്ക് ആ ഒരു പ്ലെയിൻ ടേബിൾ വേണം, ആ ഡ്രോയിങ് ബോർഡ് വേണം. അപ്പൊ ഈ പ്ലെയിൻ ടേബിള് 3 ടൈപ്പ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടേബിള് തന്നെ 3 ടൈപ്പ് ഉണ്ട്.
അത് ആസ് പെർ ലെവലിംഗ് മെക്കാനിസം. ആ ടേബിളിൽ നമ്മൾ എങ്ങനെ ലെവൽ ചെയ്യുന്നതിനനുസരിച്ചാണ് 3 ടൈപ്പ് ഉള്ളത്. ലെവലിംഗ് മെക്കാനിസം അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവേഴ്സ് ടേബിള്, സെക്കൻഡ് വൺ ജോൺസൺസ് ടേബിൾ, ടേബിളിന്റെ പേരാട്ടോ 3 തരത്തിലുണ്ട് ലെവലിംഗ് മെക്കാനിക്സ് അനുസരിച്ച്. കോസ്റ്റ് സർവേ ടേബിൾ, കോസ്റ്റ് സർവേ ടേബിൾ, അങ്ങനെ 3 തരത്തിലുണ്ട് നമ്മുടെ ടേബിള്. അതില് ട്രാവേഴ്സ് ടേബിളിൽ നമ്മൾ ട്രാവേഴ്സിംഗ് വഴിയാണ് നമ്മുടെ ടേബിളിനെ ലെവൽ ചെയ്യുന്നത്. ജോൺസൺസ് ടേബിളില് 3 സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ്, 2 സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ് ലെവൽ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ 3 സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ കോസ്റ്റ് സർവേ എന്ന് പറയുന്ന സർവേ ടേബിൾ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിസൈസ് സർവേ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് സർവേ ആണ്, കോസ്റ്റ് സർവേ ടേബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ടേബിളിന്റെ ഡൈമെൻഷൻ 60/75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 45/60 സെന്റിമീറ്റർ, സെന്റിമീറ്ററിലാണ് പറയുന്നത്. ഇത് നമുക്ക് ഓപ്ഷൻസിൽ മില്ലിമീറ്ററിലും തരാറുണ്ട്. അപ്പൊ അത് ഒരെണ്ണം പഠിച്ചിരിക്കുക കേട്ടോ, ഏതാണെന്ന് ഓർമ്മ ഉറപ്പിച്ച് പഠിച്ചിരിക്കുക. 60/75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 45/60 സെന്റിമീറ്റർ ആണ് നമ്മുടെ പ്ലെയിൻ ടേബിളിന്റെ ആ ഒരു ഡ്രോയിങ് ബോർഡിന്റെ സൈസ്, ആ ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇതാണ് നമ്മൾ കൂടുതലും സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻസിൽ ഇത് രണ്ടും കാണും നിങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ടെക്സ്റ്റ് എടുത്ത് അറിയാം. നിങ്ങൾ ഓപ്ഷൻസിൽ വരുമ്പോൾ സാധാരണ DSCക്ക് ജനറൽ ആയിട്ട് വരുന്നത് 2 ഓപ്ഷൻസിൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന സൈസ് 60/75 സെന്റിമീറ്റർ ആണ് നമ്മുടെ ടേബിളിന്റെ സൈസ്. ഇനി അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ് തിക്നെസ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഇൻസ്ട്രുമെന്റ്സ്, പ്ലെയിൻ ടേബിളിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടേബിൾ, നമ്മുടെ ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് 3 ടൈപ്പ് ഉണ്ട് അക്കോർഡിംഗ് ടു ലെവലിംഗ് മെക്കാനിസം. ട്രാവേഴ്സ് ടേബിൾ, ട്രാവേഴ്സിംഗ് വഴിയാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. ജോൺസൺസ് ടേബിൾ 2 സ്ക്രൂസ്, അപ്പർ സ്ക്രൂവും ലോവർ സ്ക്രൂസും യൂസ് ചെയ്തിട്ടാണ് ലെവൽ ചെയ്യുന്നത്. കോസ്റ്റ് സർവേ ടേബിൾ നമ്മൾ പ്രിസൈസ് വർക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ടേബിളിന്റെ ഡയമെൻഷൻ 60/75 സെന്റിമീറ്റർ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. 45/60 സെന്റിമീറ്റർ സൈസിലും അവൈലബിൾ ആണ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് അലിഡേഡ്. അലിഡേഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു, ഇങ്ങനെ നമ്മൾ വെക്കുന്ന ആ ഒരു ഇതില്ലേ, അതാണ് അലിഡേഡ് എന്ന് പറയുന്നത്. അല്ലെ, കണ്ടിട്ടില്ലേ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ്? ഇതാണ് നമ്മുടെ അലിഡേഡ് എന്ന് പറയുന്നത്. ഈ അലിഡേഡിന്റെ ഇവിടെയാണ് നമ്മുടെ സ്കെയിലിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു എഡ്ജ്, ആ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു എഡ്ജാണ്. സ്കെയിൽ പോലെ ഗ്രാജുവേഷൻസ് ഉള്ള ഒരു എഡ്ജാണ് ഈ ഇതെന്ന് പറയുന്നത് അലിഡേഡിന്റെ. ഈ എഡ്ജിന് കുറച്ച് പേരുണ്ട്. വർക്കിംഗ് എഡ്ജ് ഓർ ഫിഡ്യൂഷ്യൽ എഡ്ജ് ഓർ ബിവൽഡ് എഡ്ജ് ഓർ റൂളിംഗ് എഡ്ജ്. ബിവൽഡ് എഡ്ജ് ഓർ റൂളിംഗ് എഡ്ജ്, 4ഉം ഈ ഒരു എഡ്ജിന് പറയുന്ന കേട്ടോ. ഈ ഗ്രാജുവേഷൻസ് ഉള്ള ആ ഒരു എഡ്ജിന് പറയുന്നതാണ് ഈ പറയുന്ന പേരുകളെല്ലാം. വർക്കിംഗ് എഡ്ജോ, ഫിഡ്യൂഷ്യൽ എഡ്ജോ, ബെവൽഡ് എഡ്ജോ, റൂളിംഗ് എഡ്ജ്. ഇനി ഇതിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. മനസ്സിലായോ? ഇത് നമ്മുടെ അലിഡേഡ് ആണ്. അപ്പൊ അലിഡേഡ് യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ സൈറ്റിംഗ്, സൈറ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലിഡേഡ്. അപ്പൊ അത് 3 തരത്തിലുണ്ട്. അതിന്റെ ആ വർക്കിംഗ് എഡ്ജിന് പറയുന്നതാണ് വർക്കിംഗ് എഡ്ജോ, ഫിഡ്യൂഷ്യൽ എഡ്ജ്, റൂളിംഗ് എഡ്ജോ, ബിവൽഡ് എഡ്ജ്. അതിന്റെ ഒരു ലെങ്ത് ആണ് 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്നത്, മെയ്ഡ് ചെയ്തിരിക്കുന്നത് ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ കൊണ്ടാട്ടോ. അലിഡേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസോ ഗൺമെറ്റൽ കൊണ്ടാണ്. പിന്നെ സൈറ്റിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ലെങ്ത് ഓർത്തിരിക്കുക, 50 സെന്റിമീറ്റർ എന്നുള്ളതാണ് ലെങ്ത്. ഇനി 2 തരത്തിലുണ്ട്. പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്.
ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. ഈ പ്ലെയിൻ അലിഡേഡിലാണ് നമ്മൾ ആ സൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഐയോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ സൈറ്റ് വെയിൻ അല്ലെങ്കിൽ ഐ വെയിൻ എന്നൊക്കെ പറയും. സൈറ്റ് ഓർ ഐ വെയിൻ എന്ന് പറയും, ഐയോട് ചേർന്നിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റിനോട് ക്ലോസ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ സൈറ്റ് വെയിൻ കേട്ടോ. ഇനി ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റ് വെയിൻ. നമ്മുടെ ഈ ഒരു കേസിലുള്ളതാണ് പ്ലെയിൻ അലിഡേഡിന്റെ ഒരു കമ്പോണന്റ് ആണ് സൈറ്റ് വെയിനും ഒബ്ജക്റ്റ് വെയിൻ. സൈറ്റ് ചെയ്യുന്നത് ഏതാ? ഐയുടെ ആ ചേർന്ന് നിൽക്കുന്നല്ലോ, അത് സൈറ്റ് വെയിൻ. ഇത് ഒബ്ജക്റ്റ് വെയിൻ. ഒബ്ജക്റ്റിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഒബ്ജക്റ്റ് വെയിൻ. പിന്നെ നമ്മൾ പ്ലെയിൻ അലിഡേഡ് ഹില്ലി ഏരിയാസിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ അൺഈവൻ ആയിട്ടുള്ള ടെറൈനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പിക് അലിഡേഡ്. അൺഈവൻ ടെറൈൻ എന്നുവെച്ചാൽ ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ടെലിസ്കോപ്പിക് അലിഡേഡ് ഉപയോഗിച്ച് നമുക്ക് ആ സൈറ്റ് ചെയ്യാം. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് പറഞ്ഞു അലിഡേഡ്. അലിഡേഡിൽ വരുന്നതാണ് പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. പ്ലെയിൻ അലിഡേഡിന്റെ ആ വർക്കിംഗ് എഡ്ജ് ഉണ്ട്, ഫിനിഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ ബെവൽഡ് അല്ലെങ്കിൽ റൂളിംഗ് എഡ്ജ്. 50 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു ഐ വെയിനും ഉണ്ട്, ഒബ്ജക്റ്റ് വെയിനും ഉണ്ട്. പിന്നെ ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈറ്റിംഗ് ആണ് മെയിൻ പർപ്പസ്. ടെലിസ്കോപ്പിക് അലിഡേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹില്ലി ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള ടെറൈനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പിക് അലിഡേഡ്. അടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്ലം ബോബ്. പ്ലം ബോബ് വിത്ത് യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫ്രോക്ക് എന്നൊക്കെ പറയും. അത് അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ പർപ്പസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? സെന്ററിങ് ആണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ്. പ്ലംബോ വിത്ത് യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് നമ്മൾ യൂസ് ചെയ്യണത് സെന്ററിങ് എന്ന് പറഞ്ഞ പർപ്പസിലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ പ്ലെയിൻ ടേബിളിന്റെ ഇങ്ങനെ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഒരു സംഭവം, ഇവിടെ ഒരു പോയിന്റർ ഉണ്ടാവും. ഇതിന് 2 ആമുണ്ട്. നമ്മുടെ പ്ലം ബോബ് വിത്ത് യു ഫ്രെയിമിന്റെ കാര്യമായിട്ട് പറയണത്. ഇതിന് ഒരു അപ്പർ ആമും ഉണ്ടാവും, ഇതൊരു ലോവർ ആമും ഉണ്ടാവും ഈ ഒരു കേസില്. അല്ലെങ്കിൽ അപ്പർ ആമിന്റെ ഇവിടെ ഒരു നമുക്ക് നമ്മുടെ പേപ്പറിലേക്ക് ഡ്രോയിങ് ഷീറ്റിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഇത് നമ്മുടെ സെന്ററിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു വന്നിട്ട് യൂസ് ചെയ്യണത്. പ്ലം ബോബ് വന്നേക്കണത് കണ്ടിട്ടുണ്ടല്ലോ. അത് നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ് എന്താണ്? സെന്ററിങ് ചോദിക്കാറുണ്ട്. യു ഫ്രെയിം എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ററിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് സ്പിരിറ്റ് ലെവല്. പേര് തന്നെ ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ്? ലെവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പിരിറ്റ് ലെവല്. സ്പിരിറ്റ് ലെവൽ നമ്മുടെ ടേബിളിന്റെ ആ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. സ്പിരിറ്റ് ലെവൽ നമ്മൾ കണ്ടിട്ടില്ലേ? ബബിൾ സെന്ററിലാക്കണം. നമ്മൾ റൈറ്റ് ആംഗിൾ ആയിട്ട് വെച്ച് ഒരു എഡ്ജിൽ വെക്കും, അതിന് റൈറ്റ് ആംഗിൾ ആയിട്ട് അടുത്ത എഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യും. അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് ട്രഫ് കോമ്പസ്. ട്രഫ് കോമ്പസിൽ ഈ ഒരു റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ 3 ക്വസ്റ്റ്യൻ വന്നത് ട്രഫ് കോമ്പസിൽ നിന്ന് തന്നെയാട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ട്രഫ് കോമ്പസിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രഫ് കോമ്പസ് ഏതാ? ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു നീഡില് ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ഇതാണ് ട്രഫ് കോമ്പസിൽ വരുന്നത്. ഈ ട്രഫ് കോമ്പസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓറിയന്റേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രഫ് കോമ്പസ്. അപ്പൊ ട്രഫ് കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ നോർത്ത് ഒക്കെ മാർക്ക് ചെയ്യില്ലേ? അപ്പൊ ഈ ട്രഫ് കോമ്പസിൽ ഏത് കോമ്പസ് ആണ് യൂസ് ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസ് ഏതാണ്? അപ്പൊ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ ട്രഫ് കോമ്പസ്, സെക്കൻഡ് ഓപ്ഷൻ സർക്കുലർ ഓർ ബോക്സ് കോമ്പസ്, തേർഡ് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദ അബവ്. അങ്ങനെയായിരുന്നു. അപ്പൊ ഓർത്തിരിക്കുക, നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ ട്രഫ് കോമ്പസിനോട് കൂടെ തന്നെ ട്രഫ് കോമ്പസ് ഒന്നെങ്കിൽ ട്രഫ് കോമ്പസ് അല്ലെങ്കിൽ ബോക്സ് ഓർ സർക്കുലർ കോമ്പസ്, ഇതിൽ ഏത് കോമ്പസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ട്രഫ് കോമ്പസ് ആണ്, എപ്പോഴും പഠിച്ചിട്ടുള്ളത് ട്രഫ് കോമ്പസിന്റെ പേരാണ്. അങ്ങനെ വിചാരിക്കരുത്. ട്രഫ് കോമ്പസ് അല്ലാതെ ബോക്സ് ഓർ സർക്കുലർ കോമ്പസും
പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓറിയന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ആ നീഡിൽ എന്ന് പറയുന്നത് എഡ്ജ് ബാർ നീഡിലാണ്. രണ്ട് തരത്തിലുള്ള നീഡിലുണ്ട്, ബ്രോഡ് നീഡിലുണ്ട്, എഡ്ജ് ബാർ നീഡിലുണ്ട്. നമ്മൾ കോമ്പസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസിൽ ഒരു തരത്തിലുള്ള നീഡില്, സർവേസിൽ വേറൊരു തരത്തിലുള്ള നീഡില്. അപ്പൊ എഡ്ജ് ബാർ നീഡിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എഡ്ജ് ബാർ നീഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഇങ്ങനെ ഷാർപ്പൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മറ്റേ ബ്രോഡ് നീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, റെക്ടാംഗിൾ പോലെ ഇരിക്കുന്ന നീഡിലാണ്. അതല്ല യൂസ് ചെയ്യുന്നത്, എഡ്ജ് ബാർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതും ക്വസ്റ്റ്യൻ ആണ്, 1, 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ ആ നോർത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഡ്രോയിങ് ഷീറ്റിൽ നോർത്ത് എപ്പോഴും എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, ടോപ്പ് റൈറ്റ് കോർണറിലാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അത്രയാണ് നമ്മൾ ട്രഫ് കോമ്പസിൽ പറയാനുള്ളത്. പിന്നെ ട്രഫ് കോമ്പസിന്റെ ആ ഒരു ലെങ്ത് വേണ്ടവരൊന്ന് നോട്ട് ചെയ്തോ. ഇത് എന്ന് പറയുന്നത്, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 8 to 15 സെന്റിമീറ്റർ ആണ്. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. എത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാം കേട്ടോ. 8 to 15 സെന്റിമീറ്റർ ലെങ്ത്, ആ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഡ്രോയിങ് ഷീറ്റും കൂടെ പറയാം. ഡ്രോയിങ് ഷീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രോയിങ് ബോർഡിന്റെ മുകളിൽ, ആ ഡ്രോയിങ് ബോർഡിന്റെ കേസ് പറഞ്ഞപ്പോ അവിടെ നമ്മുടെ വുഡിന്റെ കേസ് പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ വുഡ്, നമ്മൾ ഡ്രോയിങ് ബോർഡിന് യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറയുന്നത് സാധാരണ യൂസ് ചെയ്യുന്നത് വെൽ സീസൺഡ് ആയിട്ടുള്ള വുഡാണ് യൂസ് ചെയ്യുന്നത്. പൈനും ടീക്കും ഒക്കെ യൂസ് ചെയ്യും. നമ്മൾ ട്രഡീഷണൽ പ്ലെയിൻ ടേബിളിലാണെങ്കിലും പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്തുകൊണ്ടത് പൈനാണ്. ഇപ്പോഴും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പൈൻ തന്നെയാണ്. പൈൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡ്രോയിങ് ഷീറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ആ നീഡില് നമ്മുടെ ആ പിന്ന് പിയേഴ്സ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് പൈനൊക്കെ ആണെങ്കിലാണ് നന്നായിട്ട് പിയേഴ്സ് ചെയ്യുള്ളൂ. കൂടുതലും യൂസ് ചെയ്യുന്നത് പൈനാണ്. അപ്പൊ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെൽ സീസൺഡ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് ഡ്രോയിങ് ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മള് നല്ല ആക്യുറസിക്ക് വേണ്ടി 2 ഡ്രോയിങ് ഷീറ്റിനെ ഒരുമിച്ച് പേസ്റ്റ് ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് സാധാരണ അങ്ങനെ ഇവിടെ കോളേജിൽ നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെ ആക്യുറസിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത്, ഞങ്ങൾ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഫൈബർ ഗ്ലാസ് ഓർ പേപ്പർ ബാഗ്ഡ് വിത്ത് അലുമിനിയം ഷീറ്റ്. ഓക്കെ, പേപ്പർ ബാഗ്ഡ് വിത്ത് അലുമിനിയം ഷീറ്റ് ആണ് യൂസ് ചെയ്യാറ്. ഇമ്പോർട്ടന്റ് വർക്ക് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഫൈബർ ഗ്ലാസ് ഓർ പേപ്പർ ബാഗ്ഡ് വിത്ത് അലുമിനിയം ഷീറ്റ് ആണ് യൂസ് ചെയ്യാറ്. ഇനി റെയിനി സീസണിൽ നമ്മൾ യൂസ് ചെയ്യാറ്, മഴയാണെങ്കിൽ അവിടെ പോകാൻ വഴിയുണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ഷീറ്റ് എന്ന് പറയുന്നത് സിങ്ക് ഓർ സെല്ലുലോയിഡ് ഷീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് ഓർ സെല്ലുലോയിഡ് ഷീറ്റ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കഴിഞ്ഞു. പ്ലെയിൻ ടേബിളിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്ലെയിൻ ടേബിൾ. ആ ടേബിൾ 3 തരത്തിലുണ്ട്. ലെവലിംഗ് മെക്കാനിക്സ് അനുസരിച്ചാണ് പറയുന്നത്. അപ്പൊ ടേബിളിന്റെ വുഡ് ഫൈൻ ആണ്. അതിന്റെ ഡയമെൻഷൻ 75/60 സെന്റിമീറ്റർ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ. പിന്നെ പ്ലെയിൻ ടേബിളിന്റെ അലിഡേഡ് സൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലസ്കോപ്പിക്കും ഉണ്ട്. അപ്പൊ അതിന്റെ ആ 50 സെന്റിമീറ്റർ ആണ് അലിഡേഡിന്റെ ലെങ്ത്. പിന്നെ ഒരു സൈറ്റ് വെയിനും ഉണ്ട്, ഒബ്ജക്ട് വെയിനും ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ആ എഡ്ജ്, വർക്കിംഗ് എഡ്ജ്, ഫിഡൂഷ്യല്, ബിവൽഡ്, റൂളിംഗ് എഡ്ജ്, അതൊക്കെയാണ് അതിന്റെ പേര്. പിന്നെ ഹിൽ ഏരിയാസിൽ നമ്മൾ പ്ലെയിൻ അലിഡേഡ് സാധാരണ യൂസ് ചെയ്യാറില്ല. അതേസമയം ഹിൽ ഏരിയാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിസ്കോപ്പിക് അലിഡേഡ് ആണ്. അൺഈവൻ ടെറൈൻസിൽ യൂസ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പിക് അലിഡേഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രഫ് കോമ്പസ് ഓറിയന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എഡ്ജ് ബാർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോക്സ് കോമ്പസ് അല്ലെങ്കിൽ സർക്കുലർ കോമ്പസ് അവിടെ യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഡ്രോയിങ് ഷീറ്റ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് വർക്കിനാണെങ്കിൽ ഈ ഒരു ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. റെയിനി സീസൺ ഒക്കെ ആണെങ്കിൽ സിങ്ക് ഓർ സെല്ലുലോയിഡ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഏതാ പറഞ്ഞത്, നമ്മൾ പ്ലംബോ വിത്ത് യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് ഉപയോഗിച്ച് അത് സെന്ററിങ്ങിന് യൂസ് ചെയ്യുന്നു. സ്പിരിറ്റ് ലെവലിങ്ങിന് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ സ്പിരിറ്റ് ലെവലും നമ്മുടെ പ്ലംബിംഗ് ഫോർക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. എനിക്ക് തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറയണേ. ഓരോന്ന് എന്തിനാന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ചെയ്ത കാര്യം, നിങ്ങൾ ചെയ്ത കാര്യം ഓർത്തിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. നമുക്ക് പ്ലെയിൻ ടേബിളിന്റെ കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചൊരു പോർഷൻ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. വൈൻഡ് അപ്പ് ചെയ്യുവാണേ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ മെസ്സേജ് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.